Hello my dear students, welcome to Vedantu's Malayalam channel. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നീറ്റ് സ്പ്രിൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും എല്ലാ ലെക്ചേഴ്സും കാണണം മൈ ഡിയർ സ്റ്റുഡൻസ്. അത്ര എഫേർട്ട് എടുത്താണ് നമ്മളിവിടേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അഡ്രസ്സ് ചെയ്യാനുള്ളത്. 2-3 പേര് നമ്മുടെ മക്കൾ ഫോളോവേഴ്സ് ചോദിച്ചു, സർ ഓർഗാനിക് കെമിസ്ട്രി എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാത്ത? ജനറൽ ഓർഗാനിക് കെമിസ്ട്രി സർ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരെ എടുത്തു, എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാത്ത? മക്കളെ, മറ്റൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് ഇങ്ങനൊരു ആസ് എൻ റിക്വയർമെൻറ്റ് വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്തായാലും 150% അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് ഈ സ്പ്രിൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളത് എടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നു. അതായത് ക്രാഷ് കോഴ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വന്നു. നമ്മൾ ആലോചിച്ചപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റാദർ ദാൻ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ വെച്ചിട്ട് തുടങ്ങുന്നതിന് നല്ലത്, ഞാൻ വിചാരിച്ചു ഒരു നല്ല പുതിയ ചാപ്റ്റർ വെച്ച് തുടങ്ങി, ബേസിക്സ് തൊട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി GOC ഒന്നും കൂടെ ഈ സ്പ്രിൻറ്റിൽ വരും. ഓക്കെ, GOC ഒന്നുകൂടെ, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഒന്നുകൂടെ ഈ സ്പ്രിൻറ്റിൽ വരും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽഡായിട്ട് വീണ്ടും എടുക്കും മക്കളെ. ഒരു പേടിയും വേണ്ട അതിനെക്കുറിച്ച്. അത് ഞാൻ അവിടെ വെറുതെ ഇട്ട് വെച്ചേക്കണതല്ല. ഓക്കെ, ഇങ്ങനൊരു ഡിമാൻഡ് പെട്ടെന്ന് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് ചാപ്റ്റർ മാറ്റി പുതിയ ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ വെച്ച് തുടങ്ങിയത്. ഓക്കെ, ക്രാഷ് കോഴ്സ് തുടങ്ങാൻ. ഈ ക്രാഷ് കോഴ്സിൻ്റെ ഈ സ്പ്രിൻറ്റിൻ്റെ ഭാഗമായിട്ട് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഒന്നും കൂടി വരും. ഓക്കെ, അപ്പോൾ മക്കളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് അവിടെ എടുത്തിരുന്നോ അത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് ഇവിടെയും അത് എടുക്കുന്നതാണ്. അത് റെസണൻസും ഹൈപ്പർ കോൺജുഗേഷനും അരോമാറ്റിസിറ്റിയും ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം എല്ലാം എടുക്കുന്നതാണ് ഇൻ ഡീറ്റെയിൽ, ഇൻ ഡെപ്ത്. ഓക്കെ, അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മക്കളെ. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ വിടാതെ വീഡിയോസ് കാണുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, വിടാതെ വീഡിയോസ് കാണുക. ഓക്കെ, പിന്നെ രണ്ടാമത്തത്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കേണ്ടത്, സാറേ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തുകൂടെ ഈ സെഷൻസിൽ? മക്കളെ, ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റർ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. അത് മോക്ക് ടെസ്റ്റ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും ഒരു ഇൻറ്റൻസ് സെഷൻ നടത്തുന്നതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ചാപ്റ്റർ. ചിലപ്പോൾ വലിയ ചാപ്റ്റർ ആണെങ്കിൽ ചിലപ്പോൾ 2 പ്രോബ്ലം സോൾവിങ് സെഷൻ 2 ക്ലാസ്സിൽ തന്നെ ഞാൻ നടത്തും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ തിയറി ഫോക്കസ് ചെയ്യാം. കാര്യം എന്താണ്, നമുക്ക് ബേസിക്കലി കുറേ കവർ ചെയ്യാനുണ്ട്. എന്നാൽ നമുക്കൊരു 3-4 ക്ലാസ് വെച്ചിട്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സിലും കുറേ പ്രോബ്ലംസ് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി എടുക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു ചാപ്റ്ററിന് 10-11 സെഷൻസ് എടുക്കേണ്ടി വരും. അത് നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് സെഷന് വെച്ചത്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, കേട്ടോ? പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, സാറേ ഇത് മാത്രം കണ്ടാൽ മതിയോ സാറേ, നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവോ? ഇല്ല മക്കളെ, ഇടയ്ക്ക് വെച്ച് എന്തായാലും നിർത്തി പോവില്ല. ഇത് മാത്രം കണ്ടാൽ മതി മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ അത്രയും ഇൻറ്റൻസിറ്റിയോടുകൂടി, നിങ്ങൾ ഏത് കണ്ടൻറ്റ് എടുത്ത് നോക്കിയാലും അത്രയും ഡെപ്തിലും അത്രയും ഇൻറ്റൻസിറ്റിയോടും കൂടിയിട്ടാണ് തിയറി സെഷൻസ് എടുക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇന്നലെ നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ തുടങ്ങിയപ്പോൾ തന്നെ കാത്തോഡ് റേ എക്സ്പെരിമെൻറ്റ് തന്നെ നമ്മൾ എന്തോരം, അത്രയും ചെറിയ ടോപ്പിക്ക് തന്നെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റൻസിറ്റി വെറുതെ കമ്പയർ ചെയ്താൽ മതി. ആ ഇൻറ്റൻസിറ്റി തന്നെയായിരിക്കും എല്ലാ ടോപ്പിക്കിനും പോകുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഫൈൻ, പെർഫെക്റ്റ്. അപ്പോൾ എല്ലാവരും പെന്നും പേപ്പറൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ സെക്കൻഡ് സെഷൻ തുടങ്ങുകയാണ്. മിക്കവാറും 3 സെഷനിൽ കാര്യങ്ങളൊക്കെ തീരും. ഓക്കെ, ഇന്നത്തെ സെഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർ ആസ് ഇൻ ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റ് തൊട്ട് ബോർസ് മോഡൽ ഓഫ് ആറ്റം വരെയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ബേസിക്കലി ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് കിടക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ സെഷനും അടുത്ത സെഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ മാർക്സ് വരാൻ സാധ്യതയുള്ള സെഷൻസ്, അല്ലെങ്കിൽ സാധ്യതയുള്ള ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. പിന്നെ പുതിയ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി വായിച്ച് കാണും. എൻ്റെ പേര് സുദർശൻ. പഠിച്ചതൊക്കെ ബിച്ച് പിലാനിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത് കെമിസ്ട്രി. ഓക്കെ, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ചരിത്രവും ഭൂതകാലമൊക്കെ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞതാണ്. ഞാനിപ്പോൾ അധികം അതിലേക്ക് കിടക്കുന്നില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പ്ലീസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇത് എപ്പോഴും നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് അത്രയധികം
വിലപ്പെട്ടതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ലൈക്ക് ചോദിച്ചു മേടിക്കുക എന്ന് വിചാരിക്കരുത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. അത്രയും ഇൻറ്റൻസിറ്റിയോട്, കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾ അത്രയധികം, അതായത് വളരെയധികം ക്യൂരിയോസിറ്റിയോടുകൂടി, ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ പ്രീമിയർ ഉണ്ടെങ്കിൽ ഞാൻ അത്രയും ക്യൂരിയോസിറ്റിയോടുകൂടി അത് നോക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, മക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും കമൻറ്റ് വരുന്നുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നലെ കഴിഞ്ഞ വീഡിയോസിൽ 2 കമൻറ്റ് കൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി സാറെ പ്ലീസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന്, അതുകൊണ്ടാണ് ഞാനതിവിടെ അഡ്രസ്സ് ചെയ്തത്. ഓക്കെ ഫൈൻ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ. ഓക്കെ ഫൈൻ, കൂൾ. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് സെഷൻ കാണാത്തവർ ദയവ് ചെയ്ത് ഫസ്റ്റ് സെഷൻ കാണുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ സെഷൻ, ഒബ്വിയസ്ലി കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, ഫുൾ ചാപ്റ്റർ ഇൻ ഡെപ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഫസ്റ്റ് സെഷൻ കാണുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കൂ ഡൗട്ട്സ് നോട്ട് ചെയ്യാനായിട്ട്. ഞാൻ പുതിയ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ്, പുതിയ ടോപ്പിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാര്യം കഴിഞ്ഞ സെഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പുതിയ ടോപ്പിക്ക് വരാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അതിന് മുമ്പ് നമ്മൾ എവിടെയാണ് കഴിഞ്ഞ ക്ലാസ് എവിടെയാണ് നമ്മൾ നിർത്തിയത് മൈ ഡിയർ സ്റ്റുഡൻസ്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അല്ലേ? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലാണ് നമ്മൾ നിർത്തിയത്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണ് പറയുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് എൻ എനർജി സോഴ്സ് ലൈക്ക് ദിസ്, അത് എന്തുമായിക്കോട്ടെ, അത് എക്സ്റേ കൊടുക്കുന്ന എനർജി സോഴ്സ് ആയിക്കോട്ടെ, UV റേസ് കൊടുക്കുന്ന എനർജി സോഴ്സ് ആയിക്കോട്ടെ, ഗാമ റേസ് കൊടുക്കുന്ന എനർജി സോഴ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് വരുന്ന എനർജി is not continuous. It comes out in the form of packets, അല്ലെങ്കിൽ ഇറ്റ് കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ബുള്ളറ്റ്സ്. ഒരു ബുള്ളറ്റ് പോലെയാണ് എനർജി വരുന്നത്. അതിൽ ഈച്ച് ബുള്ളറ്റ് ഓർ ഈച്ച് പാക്കറ്റ് ഓഫ് എനർജി, ഒരു പാക്കറ്റ് ഓഫ് എനർജീനെയാണ് നമ്മൾ ക്വാണ്ടം എന്ന് വിളിക്കുന്നത്. അല്ലേ? ആ ഒരു പാക്കറ്റ് ഓഫ് എനർജിയുടെ ആസ് ഇൻ ടോട്ടൽ എനർജി ഓഫ് 1 പാക്കറ്റ്, ഒരു പാക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിൻ്റെ എനർജി എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഒരു ബുള്ളറ്റിൻ്റെ എനർജി എന്താണ്? H into mu. Yes or no? Where H is the Planck's constant. Mu is basically the frequency. ഇതിനെ തന്നെ നമുക്ക് hc/λ എന്നും എഴുതാം. സോ ബേസിക്കലി ക്വസ്റ്റ്യൻസിൽ ലാംഡ വാല്യൂ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മ്യൂ വാല്യൂ തന്നിട്ടുണ്ടാവും. H വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം. യെസ് ഓ നോ? H is the Planck's constant. ആ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ വേറൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. hcയുടെ വാല്യൂ ഞാൻ ഓൾറെഡി സിമ്പിളായിട്ട് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 × 10⁻⁻25 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ അത് യൂസ് ചെയ്യാം. യെസ് ഓ നോ? അപ്പോൾ ലാംഡ വാല്യൂ വെറുതെ തന്നാൽ hc വാല്യൂ വെറുതെ ഇട്ടാൽ മതി. യെസ് ഓ നോ? ജൂൾസിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ. ഇനി അഥവാ നിങ്ങൾക്ക് എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് വേണമെങ്കിൽ ഞാൻ വേറെ എണ്ണം തന്നിട്ടുണ്ട്. 12400 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ ആങ്സ്ട്രോം. ഇങ്ങനെയും ഒരു ട്രിക്ക് തന്നിട്ടുണ്ട്. അതായത് വേവ് ലെങ്ത് ആങ്സ്ട്രോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. വേവ് ലെങ്ത് എന്ത് യൂണിറ്റിൽ തന്നിട്ടുണ്ടെങ്കിലും, തന്നോട്ടെ. ഇപ്പോൾ 400 നാനോമീറ്ററിന് തന്നിട്ടുണ്ടെങ്കിൽ ആ 400 നാനോമീറ്റർ നേരെ ആങ്സ്ട്രോമിലേക്ക് കൺവേർട്ട് ചെയ്യുക 4000. എന്നിട്ട് ഇവിടെ കൊണ്ടുവിടുക. സിമ്പിൾ. നിങ്ങളുടെ പണി കഴിഞ്ഞു. എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. എനർജി ഇൻ ജൂൾസ് വേണമെങ്കിൽ hc/λ. hcയുടെ വാല്യൂ ഞാൻ തന്നിട്ടുണ്ട് 2 × 10⁻⁻25. ലാംഡ മീറ്ററിൽ കൊണ്ടുവിടുക. ഓക്കെ, അത് യൂണിറ്റ് ആസ് എൻ ജൂൾ ഇസ് ബേസിക്കലി SI യൂണിറ്റ്. അപ്പോൾ ലാംഡ മീറ്ററിൽ കൊണ്ടുവിടുക. ഇവിടെ നമ്മൾ ലാംഡ ഇൻ മീറ്റർ ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ ലാംഡ ഇൻ മീറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. പെർഫെക്റ്റ് നോട്ട്? ഇനി ടോട്ടൽ എനർജി കണ്ടുപിടിക്കണമെങ്കിലോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇത് ഇവിടെ 1 2 3 4 5 6 7 8 ഫോട്ടോൺസ് വന്നു. 8 ഫോട്ടോൺസിന് ടോട്ടൽ എനർജി എന്താണ്? മൈ ഡിയർ സ്റ്റുഡൻസ്? എനർജി ടോട്ടൽ വിൽ ബി 8 × hmu അല്ലേ?
അല്ലെങ്കിൽ 8 എന്നുള്ളത് ഈ ഡയഗ്രാം അനുസരിച്ചാണ്. 8 എന്നുള്ളത് ഈ ഡയഗ്രാം അനുസരിച്ചാണ്. എനിക്ക് വേണമെങ്കിൽ അത് n into h mu എന്നിടാം. n is a number of photons. Yes or no? Or else എനിക്ക് n into hc by lambda എന്നിടാം. n into hc by lambda എന്നിടാം. Got it? Fine. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് മുമ്പ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി കൊണ്ട് വലിയൊരു കൺക്ലൂഷനിലേക്ക് എത്തി അന്നത്തെ സയൻറ്റിസ്റ്റ് എല്ലാവരും. എന്താണെന്നറിയോ? എന്താണ് കൺക്ലൂഷൻ എന്നറിയോ? ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ്, അവർ മനസ്സിലാക്കിയ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനർജി അവർ മനസ്സിലാക്കിയ വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു തിയറി കൊണ്ട് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. Energy is quantized. Energy is quantized. Energy is quantized. എന്താണ് ഈ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് certain values of എനർജിയെ അബ്സോർബ് ചെയ്യാനോ എമിറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. certain value of എനർജിയെ അബ്സോർബ് ചെയ്യാനോ എമിറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും, സാറേ മനസ്സിലായില്ല, കൃത്യമായിട്ട് മനസ്സിലായില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഹോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരികയാണ്. ഓക്കെ, യെസ് ഓനോ? ഞാനിവിടെ ഒരു ബക്കറ്റ് വെച്ചു. ഓക്കെ, ഇവിടെ ഒരു ബക്കറ്റ് വെച്ചു. ഈ വെള്ളം ഇതിലേക്ക് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വോള്യം എങ്ങനെയായിരിക്കും കൂടിക്കൊണ്ടുവരിക? ആദ്യം 0 വോള്യം. ഈ ബക്കറ്റിലുള്ള വെള്ളത്തിൻ്റെ വോള്യം 0. അവിടുന്ന് 0 പതിയെ ഇൻക്രീസ് ആയിട്ട് വരും അല്ലേ? 0 0.0 ലിറ്ററാണ് ഇനീഷ്യൽ വോള്യം. അത് കഴിഞ്ഞ് 0.00001 ലിറ്റർ ആവും. അത് കഴിഞ്ഞ് 0.00002 ലിറ്റർ ആവും. പതിയെ അത് ഇൻക്രീസ് ആവും. അതായത് പതിയെ എല്ലാ വാല്യൂ ഓഫ് വോള്യൂമും അത് ടച്ച് ചെയ്യും അല്ലേ? 0 കൂടി വരും. കണ്ടിന്യൂസ് ഇൻക്രീസ് ആയിരിക്കും. 0.00001 ലിറ്റർ, 0.00002 ലിറ്റർ, 0.00003 ലിറ്റർ, എല്ലാ വാല്യൂസും തൊട്ട് കൂടി വരും. പക്ഷെ അതേ രീതിയിൽ തന്നെ ഞാൻ സ്ലൈറ്റ് ഡിഫറൻസ് വരുത്തുകയാണ് മക്കളെ. ഈ ഹോസിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, ഞാൻ പതിയെ ഇങ്ങനെ അടച്ചും വിട്ടും വെള്ളത്തിനെ പുറത്തേക്ക് വിടുകയാണ്. അടച്ചും വിട്ടും. അതായത് വെള്ളം പുറത്തേക്ക് വരുന്നത് ലെറ്റ് us say ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ടാണ് എന്ന് വിചാരിക്കുക. ഇത് ഞാനൊരു ബക്കറ്റിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് us say ഒരു പാക്കറ്റിൻ്റെ വോള്യം ലെറ്റ് us say 2 milliliter ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 milliliter നേരെ ഇതിലേക്ക് ചാടും. പിന്നെ ചാടുന്നത് another 2 ചാടും. പിന്നെ ചാടുന്നത് another 2 ചാടും. അപ്പോൾ ബേസിക്കലി ആസ് ഇൻ വോള്യം നോക്കുമ്പോൾ, നമ്മൾ വെള്ളം മെഷർ ചെയ്യുമ്പോൾ ആദ്യം 2 milliliter ആയി, പിന്നെ അത് 4 ആയി, പിന്നെ 6 ആയി, പിന്നെ 8 ആയി. ബേസിക്കലി മൾട്ടിപ്പിൾസ് ഓഫ് 2 ആയിട്ടാണ് വരുന്നത്. ഞാൻ ചോദിക്കുകയാണ്, എല്ലാ വോള്യവും അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് 1 milliliter വേണം ഈ ബക്കറ്റിൽ. എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. 1 milliliter വേണം, ഇങ്ങനെ 1 milliliter വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് കിട്ടുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. 2, 4, 6, 8. ഞാൻ പറയുകയാണ് എനിക്ക് 5 milliliter വേണമെന്ന് പറയാം. 5 milliliter എനിക്ക് കിട്ടില്ല. നേരെ വെച്ച് 2, 4, 6, 8 ഒക്കെ കിട്ടും. ഞാൻ പറയുകയാണ് എനിക്ക് 3.3 milliliter വേണം, അതും കിട്ടില്ല. ഇവിടെ എനിക്ക് പറയാം that water is coming in a quantized way. അതേപോലെ തന്നെയാണ് എനർജിയുടെ കാര്യം. സപ്പോസ് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു എനർജി സോഴ്സ് വരുന്നുണ്ട്. ഓരോ ഫോട്ടോണിൻ്റെയും എനർജി എത്രയാണ്? ഓരോ ഫോട്ടോണിൻ്റെയും എനർജി h mu ആണ്. ഇവിടെ ബാക്കിലുള്ളവനും h mu. യെസ് ഓനോ? സപ്പോസ് h muയുടെ വാല്യൂ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, h muയുടെ വാല്യൂ 10 ആണ് എന്ന് വരിക. എനിക്ക് ഫസ്റ്റ് ഫോട്ടോൺ കിട്ടി, 10 കിട്ടി എനിക്ക്. ഓക്കെ, 10 ജൂൾസ് കിട്ടിയെന്ന് വരിക. സിമ്പിളായിട്ട് 10 ജൂൾസ് കിട്ടിയെന്ന് വരിക. പക്ഷെ എനിക്ക് വേണ്ടത് 12 ജൂൾസ് ആണ്. അത് കിട്ടുമോ? എനിക്ക് വേണ്ടത് 12 ജൂൾസ് ആണ്. അത് കിട്ടുമോ? 10 ജൂൾസ് കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത എന്താണ് കിട്ടാൻ പോകുന്നത്? 20 ആയിരിക്കും. 10 കഴിഞ്ഞ് അടുത്തതും 10 ആണ് വരുന്നത്. 12 ജൂൾസ് കിട്ടില്ല. ഇടയ്ക്കുള്ള നമ്പേഴ്സ് കിട്ടില്ല. കാര്യം എന്താണ്? എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ്.
യെസ് നോ, എനിക്ക് 13 ജൂൾസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഷാഠ്യം പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 13 ജൂൾസ് കിട്ടില്ല. കാര്യം എനർജി വരുന്നത് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. എച്ച് മ്യൂ വരും, അത് കഴിഞ്ഞ് അടുത്ത എച്ച് മ്യൂ വരും, അപ്പോൾ 2 എച്ച് മ്യൂ ആയി, പിന്നെ 3 എച്ച് മ്യൂ ആയി, പിന്നെ 4 എച്ച് മ്യൂ ആയി. ഇടയ്ക്കുള്ള വാല്യൂസ് കിട്ടില്ല. അതാണ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. അതാണ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഫൈൻ. പെർഫെക്റ്റ് നോട്ട്. വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറുകയാണ് എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഉണ്ട്, ഓക്കെ. സ്റ്റെപ്പ് കയറുകയാണെന്ന് വിചാരിക്കുക. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും എൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടാണ് വരുന്നത്. അതായത് ഹൈറ്റ് കൂടിക്കൊണ്ടല്ല വരുന്നത്. സപ്പോസ് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി 5 ആയിട്ട് കൂടുമെന്ന് വിചാരിക്കുക. ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി 5 ആയിട്ട് കൂടും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ വീണ്ടും ഒരു 5, വീണ്ടും ഒരു 5. സോ ബേസിക്കലി പൊട്ടൻഷ്യൽ എനർജി 5 ആയി, പിന്നെ 10 ആയി, പിന്നെ 15 ആയി, അങ്ങനെയാണ്. ഇതേ ഞാൻ തന്നെ സപ്പോസ് ഒരു കൺവെയർ ബെൽറ്റ്, ഒരു സ്ലാൻറ്റിങ് കൺവെയർ ബെൽറ്റ്, അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺവെയർ ബെൽറ്റിൻ്റെ അടിയിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ മേളിലേക്ക് പോകുമ്പോൾ ഞാൻ എല്ലാ പൊട്ടൻഷ്യൽ എനർജിയും ടച്ച് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി 1 2 3 4 5 6. കാര്യം എന്താ? എല്ലാ പോയിന്റിലും ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ പോയിന്റിലും നേരെ ചാടി 5, അത് കഴിഞ്ഞ് 10 അല്ലെങ്കിൽ 15, അങ്ങനെയല്ല പോകുന്നത്. ഞാൻ ഇപ്പോൾ 3 എക്സാമ്പിൾസ് തന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ എല്ലായിടത്തും നടക്കുന്നത് ക്വാണ്ടൈസേഷനാണ്. ബേസിക്കലി ഇവിടെ ഈ എക്സാമ്പിൾ ഞാൻ തന്നില്ലേ, ഇതാണ് ക്വാണ്ടൈസേഷൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് എപ്പോൾ നിങ്ങൾ എമിറ്റ് ചെയ്താലും അബ്സോർബ് ചെയ്താലും ഒരു സെർട്ടൺ വാല്യൂയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് അബ്സോർബ് ചെയ്യാനോ എമിറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. ആ സെർട്ടൺ വാല്യൂ എന്താണ്? എച്ച് മ്യൂ അബ്സോർബ് ചെയ്യാം, അത് കഴിഞ്ഞ് 2 എച്ച് മ്യൂ അത് കഴിഞ്ഞ് ഒരു എച്ച് മ്യൂ കൂടി അബ്സോർബ് ചെയ്യും, അത് കഴിഞ്ഞ് ഒരു എച്ച് മ്യൂ കൂടി അബ്സോർബ് ചെയ്യും. അത് സോ ബേസിക്കലി എച്ച് മ്യൂ, 2 എച്ച് മ്യൂ, 3 എച്ച് മ്യൂ, 4 എച്ച് മ്യൂ, 5 എച്ച് മ്യൂ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് 1.5 എച്ച് മ്യൂ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല. 1.3 എച്ച് മ്യൂ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല. വിൽ ബി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എച്ച് മ്യൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എച്ച് മ്യൂയുടെ വാല്യൂ 10 ആണെങ്കിൽ 10, 20, 30, 40, 50 അങ്ങനെ കിട്ടുള്ളൂ. എനിക്ക് ഇടയ്ക്കുള്ള വാല്യൂസ് കിട്ടില്ല. ദിസ് ഈസ് വാട്ട് യു കോൾ ആസ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വേണമെങ്കിൽ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം നീറ്റിൽ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ്, ഓർ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ കൺക്ലൂഷൻ ഓഫ് Planck's quantum theory. Energy is quantized, or energy is absorbed or emitted in integral multiple form. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ സിലബസിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ്? കാര്യം ഇതിന് കുറേ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് എ പ്രൂഫ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എല്ലാവരും നോക്കുക. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് ആക്ച്വലി എ പ്രൂഫ് ഓഫ് It is a proof for particle nature. It is a proof for particle nature of electromagnetic radiation. It is a proof for particle nature of electromagnetic radiation. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണ് എന്ന് പഠിക്കാം. എല്ലാവരും നോക്കുക. When radiations with certain minimum frequency mu naught strike the surface of the metal എന്ന് ഉദ്ദേശിച്ചത് ഏത് മെറ്റൽ ആയിക്കോട്ടെ, the electrons are ejected from the surface of the metal. This phenomenon is known as photoelectric effect. Electrons are ejected from the surface of the metal. This phenomenon is called as photoelectric effect. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതെൻ്റെ മെറ്റൽ പ്ലേറ്റ് ആണ്. ഈ മെറ്റൽ പ്ലേറ്റിലേക്ക് ഞാൻ ഫോട്ടോൺസിനെ പുറപ്പെടുവിക്കുകയാണ്. ഓക്കെ, ഫോട്ടോൺസ് ആർ ഹിറ്റിംഗ് ഓൺ ദിസ് മെറ്റൽ പ്ലേറ്റ്. ഈ മെറ്റൽ പ്ലേറ്റിലുള്ള സർഫസിലുള്ള ഇലക്ട്രോൺസ് നേരെ ഈ ഫോട്ടോൺസ് അബ്സോർബ് ചെയ്ത് ചാടി പുറത്തോട്ട് വരും. Electrons will be ejected from the metal plate when energy strikes on it. അപ്പോൾ ഇതിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. സാർ എന്താണ് ഈ സർട്ടൺ മിനിമം ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത്?
യെസ് ഓർ നോ? എന്താണ് ഈ സർട്ടൺ മിനിമം ഫ്രീക്വൻസി മ്യൂ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടുന്നത്? ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നൂടെ? എന്തിനാണത് പുറത്തേക്ക് ചാടുന്നത്? എന്താണ് ഇതിൻ്റെ ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം മക്കളെ, എല്ലാവരും നോക്കുക. സോ ബേസിക്കലി ഒരു മിനിറ്റ്, ബേസിക്കലി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ രസകരമാണ്, വളരെ സിമ്പിളുമാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ രസകരമാണ്, വളരെ സിമ്പിളുമാണ്. ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും നോക്കുക. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ഒബ്വിയസ്ലി ഈ മെറ്റൽ പ്ലേറ്റിൽ ഇഷ്ടം പോലെ ആറ്റംസ് ഉണ്ട്, ഈ മെറ്റൽ ആറ്റംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, മെറ്റൽ ആറ്റംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു മെറ്റൽ ഷീറ്റാണ്, ഇത് മെറ്റൽ ആറ്റംസ് ആണ് ഇതിൽ കാണുന്നത്. ഈ മെറ്റൽ ആറ്റംസിന് അതിൻ്റേതായ ഇലക്ട്രോൺസും ഉണ്ടല്ലോ, ഈ മെറ്റൽ ആറ്റംസിന് അതിൻ്റേതായ ഇലക്ട്രോൺസും ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി സാറേ, അതിൻ്റേതായ ഇലക്ട്രോൺസും ഉണ്ടാവും. ഒറ്റ ഇലക്ട്രോണെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. ഒറ്റ ഇലക്ട്രോണെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. നൗ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഈ ഒരു ഇലക്ട്രോൺ ഇസ് അട്രാക്റ്റഡ് ഓർ ഹെൽഡ് ബൈ ദ ന്യൂക്ലിയസ് അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു വലിയ പിക്ചർ വരച്ച് കാണിച്ചു തരാം, സോ ദാറ്റ് തിങ്സ് ആർ മോർ ക്ലിയർ ടു യു. കുറച്ചും കൂടി ഒരു വലിയ പിക്ചർ വരച്ച് കാണിച്ചു തരാം. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, ഓക്കെ, ആറ്റംസ് ഉണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെറ്റൽ ആറ്റംസ്. ഓക്കെ, ഓരോ മെറ്റൽ ആറ്റത്തിനും ഒബ്വിയസ്ലി ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ ഒരു ഇലക്ട്രോണെ കാണിക്കുന്നുള്ളൂ, പക്ഷേ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ഇലക്ട്രോണും ഇസ് ഹെൽഡ് ബൈ ദ ന്യൂക്ലിയസ് അല്ലേ? യെസ് ഓർ നോ? ഇറ്റ് ഈസ് ഹെൽഡ് ബൈ ദ ന്യൂക്ലിയസ്. ഒരു ഇലക്ട്രോണിനെ ആ ആറ്റത്തിൽ എന്താ പിടിച്ചെടുത്തുന്നത്? വാട്ട് ഈസ് ഹോൾഡിംഗ് ദി ഇലക്ട്രോൺ ഇൻ ദാറ്റ് ആറ്റം? ദ ന്യൂക്ലിയസ് ആണ് ശക്തമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്. ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അവൻ പറന്നു പോകും. ബേസിക്കലി ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഇലക്ട്രോണെ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ, ആറ്റത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഐ ഹാവ് ടു ബ്രേക്ക് ദിസ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഫോഴ്സിനെ മറികടക്കാനുള്ള ഒരു എനർജി പ്രൊവൈഡ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ കട്ടയ്ക്കൊരു സാധനത്തിന് ഇങ്ങനെ പിടിച്ചേക്കാണ്. എനിക്ക് ഈ ബോണ്ട് പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി വന്ന് അതിനെ അടിച്ച് തകർത്ത് പൊട്ടിക്കണം. അതേപോലെ തന്നെ ഈ ഇലക്ട്രോണെ ന്യൂക്ലിയസിനെയും എന്തെങ്കിലും ഒരു എനർജി വന്നാലേ ആ ഇലക്ട്രോണെ എടുത്ത് പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. സോ ലെറ്റ് us imagine മിനിമം എനർജി, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, മിനിമം ഒരു 3 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഇതിനെ വന്ന് കൊണ്ടു കഴിഞ്ഞാൽ, ഒരു 3 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഈ ഇലക്ട്രോണെ സ്ട്രൈക്ക് ചെയ്താൽ ആ ഇലക്ട്രോൺ പുറത്തു വരും എന്ന് വിചാരിക്കുക. അതായത് ആ ഇലക്ട്രോണെ ന്യൂക്ലിയസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ ഇലക്ട്രോണെ ന്യൂക്ലിയസ് ആയിട്ടുള്ള ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് മിനിമം 3 ഇലക്ട്രോൺ വോൾട്ട് വേണം എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കയ്യിലുള്ള ഒരു ആയുധം ഉപയോഗിച്ചു. അതായത് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ഫോട്ടോണെ അങ്ങോട്ട് വിട്ടു. ഈ ഫോട്ടോണിൻ്റെ എനർജി 2 ഇലക്ട്രോൺ വോൾട്ടാണെന്ന് വിചാരിക്കുക. ഈ ഫോട്ടോൺ നേരെ വന്ന് ഈ ഇലക്ട്രോണെ ഇടിച്ചു. ആ ഇലക്ട്രോൺ പുറത്തോട്ട് വരില്ല. കാര്യം പുറത്തോട്ട് വരണമെങ്കിൽ, ന്യൂക്ലിയസ് ആയിട്ടുള്ള ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണമെങ്കിൽ മിനിമം 3 ഇലക്ട്രോൺ വോൾട്ട് വേണം. അപ്പോൾ 2 ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് ഒന്നും നടക്കില്ല. യെസ് ഓ നോ? അപ്പം ഞാൻ എന്ത് ചെയ്തു? മാറ്റി പിടിച്ചു. 2 വേണ്ട, വേറൊരു ഫോട്ടോനെ ഞാൻ അങ്ങോട്ട് വിട്ടു. 2 വേണ്ട, ഞാൻ വേറൊരു ഫോട്ടോൺ, ലെറ്റ് us say that 2 വേണ്ട, ഞാൻ 4 വിട്ടു എന്ന് വിചാരിക്കുക. 4 ഇലക്ട്രോൺ വോൾട്ട് അങ്ങോട്ട് വിട്ടപ്പോൾ this photon will be completely absorbed
അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്ത് ആ 4 ഇലക്ട്രോൺ വോൾട്ടിൽ 3 ഇലക്ട്രോൺ വോൾട്ട് അത് ഈ ഫോഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കും. 3 ഇലക്ട്രോൺ വോൾട്ട് മതി ന്യൂക്ലിയസ് ആയിട്ടുള്ള ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട്. ന്യൂക്ലിയസ് ആയിട്ടുള്ള ഫോഴ്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. ഇലക്ട്രോൺ പുറത്തേക്ക് ചാടി പുറത്തോട്ട് എത്തും, അതായത് മെറ്റലിൻ്റെ പുറത്തേക്ക് എത്തും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ബേസിക്കലി ആ ന്യൂക്ലിയർ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരാനുള്ള എനർജി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ അത് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് വരും. ഇലക്ട്രോൺ അത് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് വരും. ഇസ് എ ക്ലിയർ? അപ്പം നിങ്ങൾ വായിച്ചു, നിങ്ങൾ നേരത്തെ കണ്ടു. അപ്പം സാർ ഈ മിനിമം ഫ്രീക്വൻസി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞേക്കണത്? അതായത് ഫോട്ടോൺ ഓഫ് മിനിമം ഫ്രീക്വൻസി ഷുഡ് ഹിറ്റ്. ഗായ്സ്, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ദർ ഇസ് എ മിനിമം എനർജി റിക്വയർമെൻറ്റ്, അല്ലേ? ദർ ഇസ് എ മിനിമം എനർജി റിക്വയർമെൻറ്റ്. ആ ഇലക്ട്രോണിന് പുറത്തേക്ക് വരണമെങ്കിൽ ഒരു മിനിമം എനർജി റിക്വയർമെൻ്റ് ഉണ്ട്. യെസ് ആണോ? ആ മിനിമം എനർജി റിക്വയർമെൻറ്റ് ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക. ഈ ഫോട്ടോണിൻ്റെ എനർജി 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ദാറ്റ് ഈസ് ദ മിനിമം എനർജി ഓഫ് ദ ഫോട്ടോൺ റിക്വയർഡ് ടു ബ്രേക്ക് ഇറ്റ്. യെസ് ആണോ? യെസ് ആണോ? അങ്ങനെ 3 ഇലക്ട്രോൺ വോൾട്ട് മിനിമം ആണെങ്കിൽ യു നോ ദാറ്റ് എനർജി ഓഫ് എ ഫോട്ടോൺ ഇസ് h/μ. അപ്പോൾ ഈ h/μ 3 ആണെങ്കിൽ the corresponding frequency will be the minimum frequency. അല്ലേ? ആ മിനിമം എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാണ്? അതാണ് മിനിമം ഫ്രീക്വൻസി. കാര്യം എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പോൾ ആ മിനിമം എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് മിനിമം ഫ്രീക്വൻസി. ഇപ്പോൾ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനിക്ക് മിനിമം വേണ്ട എനർജി. ആ മിനിമം വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു conduct photoelectric effect. And understand one thing, the minimum energy required, the minimum energy required is actually called as, അതിനെയാണ് നമ്മൾ വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ എന്ന് വിളിക്കുന്നത്. വർക്ക് ഫങ്ഷൻ ഓഫ് മെറ്റൽ എന്ന് വിളിക്കുന്നത്. W വെച്ചിട്ട് അതിനെ സിംബലൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് 3 ആയിരിക്കും. യെസ് ഓ നോ? വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദിസ് വർക്ക് ഫങ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റൽ. It depends on the metal that you choose. It depends on the metal. Obviously, it depends on the metal. നിങ്ങൾ നോക്കൂ, ഈ വർക്ക് ഫങ്ഷൻ ബേസിക്കലി ഡിപ്പെൻഡ്സ് upon how strong the nucleus is holding the electron. ന്യൂക്ലിയസ് എത്ര സ്ട്രെങ്ത് കൊണ്ട് ആ ഇലക്ട്രോണെ പിടിച്ചു വെച്ചിരിക്കുന്നു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്, അല്ലേ? യെസ് ഓ നോ? അപ്പം ന്യൂക്ലിയസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും വർക്ക് ഫങ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ്. So every metal has its own nucleus, its own set of protons, its own set of attractive force from the nucleus. എല്ലാ മെറ്റലിനും അതിൻ്റേതായ ശക്തി ഉണ്ട്, ന്യൂക്ലിയർ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയർ സ്ട്രെങ്ത് വേരി ചെയ്യും തോറും, അല്ലെങ്കിൽ മെറ്റൽസ് വേരി ചെയ്യും തോറും, മെറ്റൽസ് മാറും തോറും വർക്ക് ഫങ്ഷനും മാറും. ഫോർ എക്സാമ്പിൾ, സോഡിയത്തിൻ്റെ വർക്ക് ഫങ്ഷൻ ആയിരിക്കില്ല പൊട്ടാസ്യത്തിന് വർക്ക് ഫങ്ഷൻ ആയിരിക്കില്ല സീഷ്യത്തിന് വർക്ക് ഫങ്ഷൻ ആയിരിക്കില്ല മഗ്നീഷ്യത്തിന് വർക്ക് ഫങ്ഷൻ ആയിരിക്കില്ല ബേറിയത്തിന്. കാര്യം എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത്, ന്യൂക്ലിയർ സ്ട്രെങ്ത്. യെസ് ഓ നോ? വർക്ക് ഫങ്ഷൻ കുറവാണെങ്കിൽ അതിനെ ഈസി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം. വർക്ക് ഫങ്ഷൻ കൂടുതലാണെങ്കിൽ നല്ല എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. യെസ് ഓ നോ? ഫൈൻ. സോ ബേസിക്കലി വർക്ക് ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. യെസ് ഓ നോ? നൗ ഈ വർക്ക് ഫങ്ഷൻ, ഈ മിനിമം എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഈ മിനിമം എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അതായത് നമുക്കറിയാം ഇവിടെ 3 ഇലക്ട്രോൺ വോൾട്ട് വേണമെന്ന്. 3 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ദ മിനിമം ഫ്രീക്വൻസി റിക്വയർമെൻറ്റ്.
അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, certain minimum frequency. ആ മിനിമം ഫ്രീക്വൻസി പോലും ഇല്ലെങ്കിൽ, if the frequency is lesser than mu naught is a threshold frequency, if the frequency is lesser than that, obviously energy will be lesser than W. Energy is lesser, the energy of photon will be lesser than W. Energy of photon W ൽ ലെസ് ആണെങ്കിൽ obviously photoelectric effect നടക്കില്ല. ഫോർ എക്സാമ്പിൾ 3 ഇലക്ട്രോൺ വോൾട്ടിന് പകരം 2 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അവിടെ നടക്കില്ല. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എല്ലാവരും നോക്കുക, മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് വിചാരിക്കാം. യെസ് ഓർ നോ? സോ ബേസിക്കലി എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 4 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഒരു ഫോട്ടോണാണ് അയച്ചത്, 4 EV ഒരു ഫോട്ടോണാണ് അയച്ചത്. 4 EV ഫോട്ടോൺ അയക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആ ഇലക്ട്രോൺ ആ ഫോട്ടോനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് അതിൽ 3 ഇലക്ട്രോൺ വോൾട്ട് ഉപയോഗിക്കും. എന്തിന്? ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട്, ഈ ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഒരെണ്ണം എവിടെ? എനർജി വാനിഷ് ആവാനൊന്നും പറ്റില്ലല്ലോ, എനർജി ഇസ് നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് അല്ലേ. ബാക്കിയുള്ള ഒരെണ്ണം വെച്ചിട്ട് അവൻ പുറത്തേക്ക് ചാടി ഓടി കിടക്കും. ബേസിക്കലി അതിൻ്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. എക്സ്ട്രാ വരുന്ന എനർജി ഷുഡ് ഒബ്വിയസ്ലി ബി, അതെവിടെയെങ്കിലും പോകണം, അതിനങ്ങനെ മാഞ്ഞു പോകാൻ പറ്റില്ല. ആ എക്സ്ട്രാ വരുന്ന എനർജിയാണ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ. സോ ബേസിക്കലി എനിക്ക് എഴുതാൻ പറ്റും, ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ half into me into v square is equal to h mu. h mu എന്ന് ഉദ്ദേശിക്കുന്നത് ഫോട്ടോണിൻ്റെ എനർജി മൈനസ് w, അല്ലെങ്കിൽ h mu മൈനസ് h mu നോട്ട്. W എന്താണ്? വർക്ക് ഫംഗ്ഷൻ, ആ മിനിമം എനർജി. ആ മിനിമം എനർജി എടുത്ത് ഞാൻ ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു. ബാക്കിയുള്ള എനർജി എത്രയാണ്? h mu മൈനസ് w, അല്ലെങ്കിൽ h mu മൈനസ് h mu നോട്ട്. ബാക്കിയുള്ള എനർജി വെച്ചിട്ട് അവന് ഓടി നടക്കും. ദാറ്റ് ഇസ് എ കൈനറ്റിക് എനർജി, ഹാഫ് ഇൻറ്റു me ഇൻറ്റു v സ്ക്വയർ. ക്ലിയർ നോട്ട്? പെർഫെക്റ്റ് നോട്ട്? ഗെറ്റ് ഇറ്റ്? ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാ മെറ്റലും ഒരു certain W വാല്യൂ ഉണ്ട്, ഒരു വർക്ക് ഫംഗ്ഷൻ വാല്യൂ ഉണ്ട്. ആ വർക്ക് ഫംഗ്ഷൻ വാല്യൂയിലും വലിയ എനർജിയുള്ള ഫോട്ടോൺസിനെ വെച്ച് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു മെറ്റൽ ഷീറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് ഒരു റെഡ് ലൈറ്റിൻ്റെ ഫോട്ടോൺസ് വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നില്ല. ഞാൻ റെഡിനേലും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ ബ്ലൂ ലൈറ്റ് വെച്ച് സ്ട്രൈക്ക് ചെയ്തു, അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് വെച്ച് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോൺസ് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാൻ റെഡിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ ബേസിക്കലി വർക്ക് ഫംഗ്ഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും, അതിന് കൂടുതൽ എനർജി വേണമായിരിക്കും ആ ഇലക്ട്രോണിന് പുറത്തേക്ക് വരാനായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മെറ്റൽസിലും എല്ലാ ഫ്രീക്വൻസിയും വർക്ക് ആവില്ല ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഷോ ചെയ്യാനായിട്ട്. ചില മെറ്റൽസിന് ചിലപ്പോൾ റെഡ് ലൈറ്റ് മതിയായിരിക്കും, ചിലതിൽ യെല്ലോ മതിയായിരിക്കും, ചിലതിന് അതിലും കൂടുതൽ ഫ്രീക്വൻസി വേണ്ടി വരും. ഡിപ്പെൻഡ്സ് ഓൺ ദ വർക്ക് ഫംഗ്ഷൻ. Work function depends on how strong the nucleus is holding on to the electron. Is that clear? Perfect or not? Good. അപ്പോൾ ബേസിക്കലി ഫോട്ടോ ഇലക്ട്രിക്കിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ട്യൂബിൻ്റെ അകത്താണ് ഈ സെറ്റപ്പ്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ അമീറ്റർ കറണ്ട് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് എന്ന് വിചാരിക്കുക. ബേസിക്കലി ലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? Electrons are rejected. This electron definitely, my dear students, will be attracted towards this side. കാര്യം എന്താണ്? This is connected to the positive end of the battery. അപ്പോൾ ഇങ്ങോട്ടൊരു പുള്ളുണ്ട്. അപ്പോൾ ബേസിക്കലി electrons will be ejected. ആ ഇലക്ട്രോൺസ് സിമ്പിളായിട്ട് ഇങ്ങോട്ട് വരാം and it will complete the circuit. ബേസിക്കലി കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ഒരു കോപ്പർ വയറൊന്നും ഇല്ല കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സർക്യൂട്ട്. എങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ്. ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടി ഇലക്ട്രോൺസിനെ ബേസിക്കലി ഈ ഡിറ്റക്ടർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ബാറ്ററിയുടെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട്, വോൾട്ടേജ് വെച്ചിട്ട് വലിച്ചെടുത്തു. അപ്പോൾ ഇലക്ട്രോൺസ് വിൽ ട്രാവൽ ആൻഡ് കംപ്ലീറ്റ്. ബേസിക്കലി എനിക്ക് കോപ്പർ വയറൊന്നും ഇല്ല കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, എന്നിട്ടും സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡസ്. ഓക്കെ,
ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ സോളാർ പാനൽസ് ഒക്കെ ബേസിക്കലി ഈ ഒരു തിയറി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോളാർ പാനൽ ബേസിക്കലി നമുക്കറിയാം ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം സൺ. എങ്ങനെയാണ് നിങ്ങൾക്കറിയാം സോളാർ പാനൽ ബേസിക്കലി ബിൽഡ് ചെയ്തേക്കണത് ഇതേപോലെ മെറ്റൽസ് ഒക്കെ വെച്ചിട്ടാണ്, സീഷ്യം മെറ്റലൊക്കെ വെച്ചാൽ. സീഷ്യത്തിൻ്റെ ഒക്കെ വർക്ക് ഫംഗ്ഷൻ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഹിറ്റ് ചെയ്യുന്ന എനർജി കുറവായാലും അതിന് ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവും. ഗോട്ട് ഇറ്റ്? ഫൈൻ, ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് വിച്ച് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ആർ ഗുഡ് ടു മേക്ക് to make solar panels എന്ന് പറഞ്ഞാൽ the metals or the elements whose ionization energy is less. Ionization energy എന്ന് വെച്ചാൽ എന്താണ്? The energy required to remove an electron. The energy required to remove an electron. The energy required to remove an electron കുറവാണെങ്കിൽ അതിനെ ബേസിക്കലി സോളാർ പാനലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. Get it? Yes or no? Perfect. Now എല്ലാവരും നോക്കുക, ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് മ്യൂ ഇസ് മോർ ദാൻ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി മ്യൂ നോട്ട്, ദി എക്സസ് എനർജി എച്ച് മ്യൂ മൈനസ് എച്ച് മ്യൂ നോട്ട് ഇസ് ഇമ്പാർട്ടഡ് ആസ് ദി ഇലക്ട്രോൺസ് കൈനറ്റിക് എനർജി. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ, kinetic energy of the ejected electron is equal to half into me into b square. Me is mass of an electron, that is equal to h mu minus h mu naught. H mu is basically the energy of the photon. Energy of the photon ആണ് h mu. H mu naught എന്താണ്? H mu naught എന്താണ്? work function, minimum energy required. Yes or no? മനസ്സിലായോ? അപ്പോൾ h mu can be written as h mu naught plus half me into v square. Or h mu is equal to w naught plus half me v square. W naught എന്താണ്? വർക്ക് ഫംഗ്ഷൻ. W എന്നും എഴുതാം, W naught എന്നും എഴുതാം. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ എല്ലാവരും നോക്കുക, മിനിമം എനർജി, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ദി ഇലക്ട്രോൺ ഇസ് h mu naught, ഓൾസോ കോൾഡ് ആസ് വർക്ക് ഫംഗ്ഷൻ W naught, ഓൾസോ കോൾഡ് ആസ് ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. അപ്പോൾ ഇങ്ങനെ ഒരു തിയോററ്റിക്കൽ ക്വസ്റ്റ്യൻ വന്നു, വർക്ക് ഫംഗ്ഷൻ ഡസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ മെറ്റൽ? യെസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റൽ. എല്ലാ മെറ്റലിനും സെയിം വർക്ക് ഫംഗ്ഷൻ അല്ല. പല പിള്ളേരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് വർക്ക് ഫംഗ്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അല്ല, എല്ലാ ഫംഗ്ഷനും സെയിം വർക്ക് ഫംഗ്ഷൻ അല്ല. എല്ലാ മെറ്റലിനും സെയിം വർക്ക് ഫംഗ്ഷൻ അല്ല. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കേണ്ടത് സാറേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് മെറ്റൽസ് മാത്രമേ ഷോ ചെയ്യുള്ളൂ, എന്തിനാണ് എപ്പോഴും മെറ്റൽസ് എടുക്കുന്നത്? നോൺ മെറ്റൽസ് ഉപയോഗിച്ചുവിടും. ഗൈസ്, മെറ്റൽസിൽ ഇത് പെട്ടെന്ന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. കാര്യം മെറ്റൽസിൻ്റെ ഇലക്ട്രോൺസ് പെട്ടെന്ന് പുറത്തേക്ക് വരും. നിങ്ങൾക്കറിയാം മെറ്റൽസിൻ്റെ അയണൈസേഷൻ എനർജി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെറ്റൽസ് യൂസ് ചെയ്യുന്നത്. നോൺ മെറ്റൽസ് യൂസ് ചെയ്യാം, പക്ഷേ നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ട എനർജി അത്രയും കൂടുതലായിരിക്കും. അതിൻ്റെ കാശ് ആര് കൊടുക്കും? എത്ര എനർജി സപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലേ? സോ ബേസിക്കലി മെറ്റൽസിൻ്റെ അയണൈസേഷൻ എനർജി കുറവാണ്. യെസ് ഓർ നോ? പെർഫെക്റ്റ്. കൂൾ. നെക്സ്റ്റ്, ഹെൻസ് ഗ്രേറ്റർ ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, ഗ്രേറ്റർ ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും നോക്കുക. നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ is equal to half into MeV square, that is equal to h mu minus h mu naught. ഒരു പെർട്ടിക്കുലർ മെറ്റലിന്. അപ്പോൾ ഈ മ്യൂയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ h mu വാല്യൂ കൂടുതലായിരിക്കും. h mu വാല്യൂ കൂടുമ്പോൾ ഡോണ്ട് യു തിങ്ക് ദിസ് വാല്യൂ ഇൻക്രീസസ്? ഈ ഒരു എൻറ്റയർ വാല്യൂ കൂടും. ഈ എൻറ്റയർ വാല്യൂ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അതായത് ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഒരു മെറ്റൽ ഉണ്ട്, അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ വരുന്നത് 3 ആണ്. ഓക്കെ, ഞാൻ അയച്ച ഫോട്ടോൺ 4 ആണ്, കൈനറ്റിക് എനർജി എത്രയാണ്? 1 ആണ്. നേരെ മറിച്ച് ഞാൻ അയച്ച ഫോട്ടോൺ 5 ആണെങ്കിൽ, അതായത് അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി അയച്ചു, 5 മൈനസ് 3, കാരണം ഇത് മാറുന്നില്ല. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റൽ. ഞാൻ 3 ആണ് സെലക്ട് ചെയ്ത മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ 5 മൈനസ് 3, അപ്പോൾ കൈനറ്റിക് എനർജി എത്രയാണ്? 2 ആയി. ഇനി ഞാൻ 6 വെച്ചു, ഓക്കെ, വീണ്ടും ഫ്രീക്വൻസി കൂട്ടി, അപ്പോഴും ഇത് 3 ആണ്. അപ്പോൾ എത്ര? കൈനറ്റിക് എനർജി 3 ആയി. സോ ബേസിക്കലി ഫ്രീക്വൻസി കൂട്ടും തോറും കൈനറ്റിക് എനർജി കൂടുന്നു, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കൂടുന്നു. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? മറക്കരുത്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, അടുത്ത പോയിന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓഫ് എ ഗിവൺ ഫ്രീക്വൻസി ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് but does not increase the energies of photons. But does not increase the energy of photons. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ?
Hence, when intensity of light is increased, more electrons are ejected, but the energies of these electrons are not altered. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരു മെറ്റൽ ഉണ്ട്, ഇങ്ങനൊരു മെറ്റൽ ഉണ്ട്, അതിൽ കുറേ ആറ്റംസ് ഉണ്ട്. ഓക്കെ, വിത്ത് ഇലക്ട്രോൺസ്, മെറ്റൽ ആറ്റംസ് വിത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. യെസ് ആണോ? ഞാനിപ്പോൾ ഒരു ഫോട്ടോൺ അയച്ചു, ഇതിലേക്ക് ഒരു ഫോട്ടോൺ അയച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫോട്ടോൺ, സപ്പോസ് മ്യൂ ഇസ് ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ ഇസ് ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഈ ഫോട്ടോൺ ഈ ഇലക്ട്രോൺ ഇടിച്ച് ഈ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടി. ഒരു ഇലക്ട്രോൺ ഒരു ഫോട്ടോണെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് പുറത്തേക്ക് ചാടും. അപ്പോൾ ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു. യെസ് ആണോ? ഞാൻ 2 ഫോട്ടോൺ അയച്ചു, അപ്പം എന്ത് പറ്റി? 2 ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു. ഞാൻ 3 ഫോട്ടോൺ അയച്ചു, അപ്പം എന്ത് പറ്റി? 3 ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോട്ടോൺസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ number of electrons that comes out increases. And understand that intensity എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് എ റേഡിയേഷൻ്റെ ഒരു പ്രോപ്പർട്ടി. ഇൻറ്റൻസിറ്റി ഓഫ് എ റേഡിയേഷൻ എന്ന് ഉദ്ദേശിച്ചത് ബേസിക്കലി നമുക്ക് പറയാം ഇറ്റ്സ് ഈക്വലൻ ടു ബ്രൈറ്റ്നസ്. അതായത് സപ്പോസ് ഞാനിപ്പോൾ യെല്ലോ ലൈറ്റിൻ്റെ ഒരു സോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ യെല്ലോ ലൈറ്റിൻ്റെ ഒരു സോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. സപ്പോസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്, ഇപ്പോൾ ഒരു ഫോട്ടോണാണ് വരണമെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. 2 ഫോട്ടോണാണ് ഒരു സെക്കൻഡിൽ വരണമെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. 3 ഫോട്ടോണാണ് വരണമെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. 4 ഫോട്ടോണാണ് വരണമെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി കൂടുതലായിരിക്കും. സോ ബേസിക്കലി ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡിൻ്റെ ആസ് ഇൻ ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ്. അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ബേസിക്കലി നമുക്കൊരു സോഴ്സ് ഓഫ് എനർജിയുടെ ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് കൂടുക എന്നാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുകയാണ്. അപ്പോൾ ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ എന്താണ് കൂടുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടും. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് കൂടും. യെസ് നോ? നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡും കൂടും. പക്ഷെ ഞാനിവിടെ പറയുന്ന വേറൊരു കാര്യം, കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് ഇലക്ട്രോൺ കൂടുന്നുണ്ടോ ഇല്ലയോ? Ultimately understand that kinetic energy of the electron depends on h mu minus h mu naught. ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. സപ്പോസ് ഞാൻ ഇവിടെ 4 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ 3 ഫോട്ടോൺ അയച്ചു. ഓക്കെ, എൻ്റെ വർക്ക് ഫംഗ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ ഈച്ച് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 4 - 3 1. ഇവിടെയും 4 - 3 1. ഇവിടെയും 4 - 3 1. ബേസിക്കലി കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കൂടുന്നില്ല. Kinetic energy of electron only depends on the frequency. Kinetic energy of electron only depends on the frequency of photon. അത് ഇൻറ്റൻസിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് നമ്മൾ ചിലപ്പോൾ വിളിക്കും കേട്ടോ. ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും കൂടും. ബേസിക്കലി കറണ്ട് കൂട്ടാൻ ഉപയോഗിക്കാം നമുക്ക്. കറണ്ട് എപ്പോഴാണ് കൂടുക? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ കറണ്ട് കൂടും. ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് കറണ്ട് കൂട്ടാം നമുക്ക്, ഫോട്ടോ കറണ്ട് കൂട്ടാം. കാര്യം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് കൂടും. പക്ഷേ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കൂടുമോ? ഇല്ല. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കൂടണമെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ഫോട്ടോൺസിൻ്റെ എനർജി കൂട്ടണം, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂട്ടണം. ഈ 4ന് പകരം 5 ആയിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും കൈനറ്റിക് എനർജി 5 - 3 2 ആയിരിക്കും. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുന്നു. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് കൂടുന്നു. അല്ലാണ്ട് കൈനറ്റിക് എനർജി കൂടുന്നില്ല. കൈനറ്റിക് എനർജി കൂട്ടണമെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ കൂട്ടണം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓഫ് എ ഗിവൺ ഫ്രീക്വൻസി increases the number of photons but does not increase the energy of photons. Okay, my dear students, hence when intensity of light is increased, more electrons are ejected but the energies of these electrons are not altered. Kinetic energy ക്ക് മാറ്റം വരുന്നില്ല. Got it? Kinetic energy ക്ക് മാറ്റം വരണമെങ്കിൽ ഫ്രീക്വൻസിക്ക് മാറ്റം വരണം. ഫ്രീക്വൻസി ഓഫ് ഫോട്ടോണിന് മാറ്റം വരണം. ഓക്കെ,
അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇവിടെ നോട്ടീസ് ചെയ്ത് കാണും, സാർ ഇവിടെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് ഈ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ? എന്താണ് ഈ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ? സാർ അത് പറഞ്ഞില്ല. എന്താണ് ഈ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കളെ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇങ്ങനൊരു മെറ്റൽ ഷീറ്റ് എടുത്തു, അതിൽ കുറേ ആറ്റംസ് ഉണ്ട്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഫോട്ടോൺസ് വന്ന് ഇതിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, ഈ ഇലക്ട്രോൺസിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സർഫസിലുള്ള ഇലക്ട്രോൺസ് മാത്രമല്ല പുറത്തേക്ക് ചാടുക, ഇന്നർ ഇലക്ട്രോൺസും ഗെറ്റ് സ്ട്രക്ക്. അതായത് ചില ഫോട്ടോൺസ് പോയിട്ട് ഇന്നർ ഇലക്ട്രോൺസിനെ സ്ട്രൈക്ക് ചെയ്ത് അവന്മാരും പുറത്തോട്ട് ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇന്നർ ഇലക്ട്രോൺസിൽ ചിലവർ, സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ഇന്നർ ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പുറത്തും ആറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇപ്പുറത്തെ സൈഡിലും ആറ്റംസ് ഒക്കെ ഉണ്ട്. ഈ ഇന്നർ ഇലക്ട്രോണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നർ ഇലക്ട്രോൺ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എനർജി കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ സർഫസിലുള്ള ഇലക്ട്രോൺസിന് എനർജി 3 എന്ന് വിട്ടു. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ 3 ഈ സർഫസിലുള്ളത്. നേരെ മറിച്ച് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ബൈ എ ലോട്ട് ഓഫ് ന്യൂക്ലിയസ് സറൗണ്ടിങ് ഇറ്റ്, അല്ലേ? കുറേ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് അതിനെ പിടിച്ചു നിർത്തിക്കുകയാണ്. ആ ഇലക്ട്രോണിനെ ചിലപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് 3 ആയിരിക്കില്ല, ചിലപ്പോൾ 4 വേണ്ടി വരും. ഞാൻ വെറുതെ ഒരു സിമ്പിൾ എക്സാമ്പിൾ തരികയാണ്. അപ്പം ഞാൻ വരുത്തുന്ന ഈ ഫോട്ടോണിൻ്റെ എനർജി 5 ആണെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 5 - 3 2. നേരെ മറിച്ച് ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 5 - 4 1. ബേസിക്കലി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി സർഫസ് ലെവലിലുള്ള ഇലക്ട്രോൺസിനെ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ സർഫസ് ലെവലിലുള്ള ആറ്റംസിനെ എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ചില ബുക്സിൽ നിങ്ങൾ കൈനറ്റിക് എനർജി മാക്സ്, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണും, കൈനറ്റിക് എനർജി മാക്സ് is equal to h mu minus h mu naught എന്ന് കാണും. Got it? Is that clear? Perfect or not? മനസ്സിലായോ? കൈനറ്റിക് എനർജി മാക്സ് എന്ന് കാണും മൈ ഡിയർ സ്റ്റുഡൻസ്, കൈനറ്റിക് എനർജി മാക്സ് എന്ന് കാണും ചിലപ്പോൾ നിങ്ങൾ. ഫൈൻ? യെസ് ഓർ നോ? Got it? ഓക്കെ. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഇന്നർ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ കൂടുതൽ എനർജി വേണ്ടി വരും. അതായത് ഇപ്പോൾ ഈ ഇന്നർ ഇലക്ട്രോൺസ് 4 എനർജി വേണ്ടെങ്കിൽ ഞാൻ വിടുന്ന ഫോട്ടോണിൻ്റെ എനർജി 5 ആണെങ്കിൽ 5 - 4 1 ആയിരിക്കും അതിൻ്റെ കൈനറ്റിക് എനർജി. നേരെ മറിച്ച് സർഫസിലുള്ളവന്മാരെ പിടിച്ചു നിർത്താനായിട്ട് അധികം ആൾക്കാരില്ല. ഇവിടെയുള്ള ഈ ഇലക്ട്രോണിനെ പിടിച്ചു നിർത്താൻ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. സോ ദ ഫോഴ്സ് റിക്വയർഡ് ടു ബ്രിങ് ഇറ്റ് ഔട്ട് വിൽ ബി മോർ. വർക്ക് ഫംഗ്ഷൻ അതായത് വർക്ക് ഫംഗ്ഷൻ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല, എനർജി റിക്വയർഡ് ടു ബ്രിങ് ഇറ്റ് ഔട്ട് വിൽ ബി മോർ. വർക്ക് ഫംഗ്ഷൻ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് ഈ സർഫസ് ലെവൽ ഓഫ് ആറ്റംസിനെയാണ്. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഈ സർഫസ് ലെവൽ ഓഫ് ആറ്റംസിനെയാണ്. ഗോട്ട് ഇറ്റ്? എനർജി റിക്വയർഡ് ടു റിമൂവ് ദാറ്റ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? അതെപ്പോഴും കുറവായിരിക്കും. ഈ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എനർജി എപ്പോഴും കുറവായിരിക്കും. യെസ് ഓർ നോ? ഫൈൻ. അതുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്ന കൈനറ്റിക് എനർജി എപ്പോഴും മാക്സിമം ആയിരിക്കും. ഗോട്ട് ഇറ്റ്? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഗ്രാഫ് വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഈ ഗ്രാഫ് വെച്ചിട്ട് അവന്മാർക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക. സപ്പോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് നമ്മുടെ y ആക്സിസിൽ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് റിസംബിൾസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ഈ c എന്താണ്? വർക്ക് ഫംഗ്ഷൻ ആണ്. c ഈസ് ഈക്വൽ ടു മൈനസ് h mu naught. ബേസിക്കലി അതാണ് ഇന്റർസെപ്റ്റ്. y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആയിട്ടിരിക്കുന്നത്. c ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വർക്ക് ഫംഗ്ഷൻ. പിന്നെ എന്താണ്? x ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി. സ്ലോപ്പ് എന്താണ്? m ഈസ് ഈക്വൽ ടു h. സ്ലോപ്പ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ m ആണ് സ്ലോപ്പ്. ആ m is equal to h. So basically ഇവിടുത്തെ ഈ തീറ്റ, okay, this theta, tan theta is equal to h, my dear students. Yes or no?
യെസ് ഓർ നോ? നമ്മളിത് കമ്പയർ ചെയ്യാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ മൈനസ് എച്ച് മ്യൂ നോട്ട്. ദിസ് കമ്പയർ ടു വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. വൈ ഈസ് ബേസിക്കലി കൈനറ്റിക് എനർജി. യെസ് ഓർ നോ? എം എക്സ്, എക്സ് എന്താണ്? ഫ്രീക്വൻസിയാണ്. എക്സ് എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ എം എന്താണ്? എച്ച് ആണ്. വൈ ഇൻ്റർസെപ്റ്റ് എന്താണ്? മൈനസ് എച്ച് മ്യൂ നോട്ട് ആണ്. യെസ് ഓർ നോ? അതുകൊണ്ടാണ് വൈ ഇൻ്റർസെപ്റ്റ് നെഗറ്റീവിൽ കിടക്കുന്നത്. ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. യെസ് ഓർ നോ? ഫൈൻ. ഇതുകൊണ്ട് വേറൊരു ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്. അതായത് ഈ പോയിന്റ്, ദ പോയിന്റ് വേർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സ്റ്റാർട്ട്സ് ഇസ് മ്യൂ നോട്ട്. അതായത് 0 ഫ്രീക്വൻസിയിൽ നിന്ന് ഇത്രയും ഫ്രീക്വൻസി വരെയും കൈനറ്റിക് എനർജി 0 ആണ്. കൈനറ്റിക് എനർജി 0 ആണ്. കാര്യം എന്താണ്? നമുക്കറിയാം ഫ്രീക്വൻസി ഇഫ് ഇറ്റ് ഇസ് ലെസ്സർ ദാൻ മ്യൂ നോട്ട് കൈനറ്റിക് എനർജി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. ഇവിടം തൊട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയും കൂടി കൂടി വരുന്നത്. യെസ് ഓർ നോ? പെർഫെക്റ്റ് ഓർ നോട്ട്? ഗോട്ട് ഇറ്റ്? ഇതൊക്കെ ഈ ഗ്രാഫിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഗോട്ട് ഇറ്റ്? നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും നോക്കാം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അധികം തരാൻ പോകുന്നില്ല ഈ ക്ലാസ്സസിൽ. തിയറി ക്ലാസ്സസ് ആണ്. ഇനി വരാൻ പോകുന്ന പ്രോബ്ലം സോൾവിങ് സെഷൻസ് ഉണ്ട്, അതിലായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഇത് സിമ്പിളായിട്ട് നമ്മുടെ തിയറി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റാലിക് പ്ലേറ്റ് ഇസ് ഡബിൾഡ്, ദ കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ വിൽ ബി. ദ കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ വിൽ ബി. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഫ്രീക്വൻസി ഇസ് ഡബിൾ. നമുക്കറിയാം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഈ വർക്ക് ഫംഗ്ഷൻ നമുക്ക് തൊടാൻ പറ്റില്ല, കാര്യം മെറ്റൽ ഇസ് ഫിക്സഡ്. വർക്ക് ഫംഗ്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. ഇനി ദിസ് ഇസ് കൈനറ്റിക് എനർജി 1, ഇനീഷ്യൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി 2 എന്താണ്? കൈനറ്റിക് എനർജി 2 വിൽ ബി, ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ഡബിൾ ചെയ്യാണ്. അപ്പോൾ എച്ച് മ്യൂവിന് പകരം 2h മ്യൂ വരും. 2h മ്യൂ മൈനസ് w. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ് ഓർ നോട്ട്? Kinetic energy 1 is equal to h mu minus w. Yes or no? Kinetic energy 2 will be equal to 2h mu minus w. Yes or no? Fine. We have to find a relationship between the initial kinetic energy and final kinetic energy. When the frequency of the light incident on the metallic plate is doubled, the kinetic energy of the photoelectron will be. Will it be doubled? Will it be halved? Will it be more than doubled? Will it increase but less than doubled? എന്തായിരിക്കും? കാരണം W വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. കാരണം W വാല്യൂവിന് ഒരു മാറ്റവും വരുന്നില്ല. ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ആണ് കൂട്ടിയിരിക്കുന്നത്, മ്യൂ ആണ് കൂട്ടിയിരിക്കുന്നത്. മ്യൂ നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റൽ. മ്യൂ നോട്ടിന് ഒരു മാറ്റവും വരുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? പെർഫെക്റ്റ് നോട്ട്? മ്യൂ നോട്ടിന് ഒരു മാറ്റവും വരുന്നില്ല. മ്യൂ നോട്ടിന് ഒരു മാറ്റവും വരുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഫൈൻ. സോ ബേസിക്കലി എല്ലാവരും നോക്കുക. കൈനറ്റിക് എനർജി, if I'm talking about 2 times initial kinetic energy, 2 times initial kinetic energy ന്റെ അർത്ഥം എന്താണ്? 2h mu minus 2w. 2h mu minus 2w. ഇതാണ് 2 times kinetic energy. പക്ഷെ നമുക്ക് കിട്ടുന്ന പുതിയ kinetic energy എന്താണ്? 2 times h mu minus w വരുന്നുള്ളൂ. ഇവിടെ 2 times kinetic energy എന്ന് ഉദ്ദേശിക്കുന്നത് 2h mu minus 2w ആണ്. ഇവിടെ new kinetic energy is 2h mu minus w വരുന്നുള്ളൂ. So basically, don't you think the second kinetic energy is greater than 2 times the initial kinetic energy? അതായത് more than doubled ആണ് വരുന്നത്. ഒന്നും കൂടി പറഞ്ഞു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി h mu minus w. അതിൻ്റെ ഡബിൾ വാല്യൂ എന്ന് പറയുന്നത് 2h mu minus 2w ആണ്. നമുക്ക് വരുന്ന പുതിയ കൈനറ്റിക് എനർജി 2h mu minus w വരുന്നുള്ളൂ. 2h mu minus 2w ആണോ 2h mu minus w ആണോ കൂടുതൽ? ഒബ്വിയസ്ലി 2h mu minus w അല്ലേ കൂടുതൽ. യെസ് ഓർ നോ? ഗോട്ട് ഇറ്റ്? ഫൈൻ. സോ ബേസിക്കലി സെക്കൻഡ് കൈനറ്റിക് എനർജി is greater than 2 times the earlier kinetic energy. More than doubled is the answer. Perfect. Okay. നമുക്കിനി നെക്സ്റ്റ് തിയറിയിലേക്ക് കിടക്കാം. ഈ തിയറി എപ്പോഴും നമ്മുടെ മക്കൾക്ക് എപ്പോഴും മിക്ക സ്റ്റുഡൻസും പറയുന്നത് ഇത് വളരെ കൺഫ്യൂസിങ് ആണ് സർ ഒന്ന് കാര്യമായിട്ട് എടുക്കണം സർ, ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ.
ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പഠിച്ചു. നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രൂവ്സ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. അതെന്തുകൊണ്ടാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഞാൻ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രൂവ്സ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാനത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് എ പ്രൂഫ് ഫോർ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് എ പ്രൂഫ് ഫോർ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ എന്താണ് അസ്യൂം ചെയ്യുന്നത്? ബേസിക്കലി ഇലക്ട്രോൺസ് ആർ കമ്മിങ് ഇൻ പാർട്ടിക്കിൾസ്. photons are coming in the form of particles. ആ പാർട്ടിക്കിൾസ് ആയിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്ത്, അതായത് ബുള്ളറ്റ് പോലെ വന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ തിയറി എല്ലാം കിട്ടിയത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രൂവൺ. അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് എനർജി, അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത ഫിനോമിനൻ ഇറ്റ്സ് എൻ എക്സ്പെരിമെൻ്റലി പ്രൂവൺ തിങ്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമാണ്. ഈ കണ്ണുകൊണ്ട് കണ്ട കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ബേസിക്കലി പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻ്റെ ഒരു പ്രൂഫാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമ്മൾ നേരെ കണ്ടു കഴിഞ്ഞു. അത് കറക്റ്റാണ്. ഈ തിയറിയൊക്കെ കറക്റ്റാണ്. ഈ തിയറിയുടെ അടിസ്ഥാനം നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് എന്താണ്? ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ദ ഫോട്ടോൺസ് കമ്മിങ് ഇൻ ദ ഫോം ഓഫ് പാർട്ടിക്കിൾസ്. സോ ബേസിക്കലി ഇറ്റ്സ് എ പ്രൂഫ്. അതേപോലെ തന്നെ വേറൊരു പ്രൂഫാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അതേപോലെ തന്നെ വേറൊരു പ്രൂഫാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണ്? സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ടില്ല, പക്ഷെ എന്നാലും വളരെ സിമ്പിളായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. വെൻ സോളിഡ്സ് ആർ ഹീറ്റഡ്, എല്ലാവരും നോക്കുക, വെൻ സോളിഡ്സ് ആർ ഹീറ്റഡ് ദേ എമിറ്റ് റേഡിയേഷൻസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്സ് വിത്ത് എൻ ഇൻറ്റൻസിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങളിത് കണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളിത് കണ്ടോ എന്നറിയില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം വാട്ട് ഇറ്റ് മീൻസ്. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വെയിറ്റ് ഫോർ ഇറ്റ്. അതായത് കണ്ടുണ്ടാവും എന്തായാലും, എന്നാലും അതായത് ഞാനിപ്പോൾ ഒരു മെറ്റൽ പീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഒരു മെറ്റൽ പീസ് ഉണ്ട്, ഒരു അയൺ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ അയൺ എന്തായാലും കണ്ടു കാണും. ഒരു അയൺ പീസ് ഉണ്ട് എന്ന് വിചാരിക്കുക എൻ്റെ കയ്യിൽ. ഈ അയൺ പീസിനെ, ഒരു അയൺ പീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. ഒരു അയൺ പീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ അയൺ പീസിനെ ഞാൻ ഹീറ്റ് ചെയ്തു. ഈ അയൺ പീസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ വെൽഡിംഗ് ഒക്കെ ശ്രദ്ധിച്ചു കാണും. ഈ അയൺ പീസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന കളർ ഏതായിരിക്കും? ഇതിൽ നിന്ന് വരുന്ന കളർ ഏതായിരിക്കും? റെഡ് കളർ ആയിരിക്കും. ഇതിൽ നിന്ന് വരുന്ന കളറ് റെഡ് കളർ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, റെഡ് കളർ വരും. പക്ഷേ ഞാൻ ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം, ഈ റെഡ് റേഡിയേഷൻ, റെഡ് കളർ എന്ന് ഉദ്ദേശം എന്താണ്? റെഡ് റേഡിയേഷൻ ബേസിക്കലി ദ റെഡ് ലൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ റെഡ് ഫോട്ടോൺസ് ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റെഡ് മാത്രമേ വരുന്നുള്ളൂ, അതോ റെഡ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ? കുറേ എണ്ണം വരുന്നുണ്ടോ? ആക്ച്വലി പറയുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് ഇത് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റെഡ് മാത്രമൊന്നുമല്ല വരണേ, കുറേ എണ്ണവന്മാർ വരുന്നുണ്ട്, കുറേ റേഡിയേഷൻസ് വരുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കുറേ എണ്ണം വരുന്നുണ്ട്, കുറേ മിക്ക വേവ് ലെങ്സും പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ only one radiation will be dominant. Only one radiation will be dominant. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു റേഡിയേഷൻ മാത്രം മെയിൻലി കാണുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഒരു പോസിബിൾ, ഇപ്പോൾ ഒരു വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെൽഡിങ് ടെമ്പറേച്ചറിൽ ഞാൻ, അല്ലെങ്കിൽ ഒരു മെറ്റലിനെ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ ഞാൻ നോക്കുമ്പോൾ മെറ്റലിനെ ഹീറ്റ് ചെയ്ത് മോൾട്ടൻ ആക്കുന്നുണ്ട്. അപ്പോൾ ആ മെറ്റൽ അയൺ ബേസിക്കലി റെഡ് ആവുന്നുണ്ട്. ആ ടെമ്പറേച്ചറിൽ റെഡ് ആയിരിക്കും ഡോമിനൻറ്റ്. അതിൻ്റെ അർത്ഥം റെഡ് മാത്രമല്ല വരിക എന്നാണ്, അതിൻ്റെ അർത്ഥം റെഡ് മാത്രമല്ല വരണേന്നാണ്.
ഓക്കെ, റെഡ് മാത്രമല്ല, റെഡിൻ്റെ ഒപ്പം കുറേ റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ടെമ്പറേച്ചറിൽ ഡോമിനൻ്റ് ആയിട്ട് ഇൻറ്റൻസിറ്റി കൂടുതൽ, ഡോമിനൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റൻസിറ്റി കൂടുതൽ റെഡിനായിരിക്കും. ഇൻറ്റൻസിറ്റി കൂടുതൽ റെഡിനായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ റെഡ് കാണുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദേ ഈ ഒരു ചാർട്ട് നോക്കൂ. ഇപ്പം ഞാൻ അയൺ തന്നെ എടുക്കുകയാണ്. അയണിനെ 1000 കെൽവിനിൽ ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ബേസിക്കലി 1000 ആണ്. ഇത് ബേസിക്കലി 1000 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ കിട്ടുന്നത് ഒരു റെഡ് കളറാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് കൂടുതൽ കിട്ടുന്നത് റെഡ് കളറാണ് എന്ന് വിചാരിക്കാം. അതേ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി വരുമ്പോൾ ഈ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി ഈ ചാർട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുകയൊന്നും വേണ്ട, ഞാൻ സിമ്പിളായിട്ട് ഒരു ചാർട്ട് എടുത്ത് ഇട്ടു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ. ടെമ്പറേച്ചർ കൂട്ടി വരുമ്പോൾ ആ അയണിൽ നിന്ന് വരുന്ന കളേഴ്സ് മാറി വരുന്നു. നേരെ 10,000ലേക്ക് പോകുമ്പോൾ എനിക്ക് ബ്ലൂ കളറാണ് കിട്ടുക. അതായത് എൻ്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കൂടുന്തോറും എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ റേഡിയേഷനിലും വരുന്നുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ മാറും തോറും നിങ്ങൾ കാണുന്ന കളർ മാറുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ മാറും തോറും the wavelength that is dominating is changing. The wavelength that is dominant is changing. അതായത് ഈ ഒരു 1000 കെൽവിനിൽ റെഡ് കളറാണ് ഡോമിനൻ്റ് എങ്കിൽ, 1000 കെൽവിനിൽ റെഡ് കളറാണ് ഡോമിനൻ്റ് എങ്കിൽ ഇവിടെ എഴുതി വെച്ചേക്കണമെന്നൊന്നും നോക്കണ്ട കേട്ടോ. ഇത് ബേസിക്കലി ഡേ ലൈറ്റ് കളർ, ന്യൂൺ സൺലൈറ്റ്, ക്ലൗഡ് സ്കൈ, ക്ലിയർ ബ്ലൂ സ്കൈ കളർ, ഇതൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഫ്ലൂറസൻ ലാമ്പിൻ്റെ കളർ അത് സ്ലൈറ്റ്ലി യെല്ലോ. ഓക്കെ, സൺറൈസ് ഓർ സൺസെറ്റ് കളർ അതാണ്. അത് നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ പഠിക്കാൻ വേണ്ട. അങ്ങനെയല്ല, ഇതിൻ്റെ തിയറി മാത്രം അറിഞ്ഞിരിക്കുക. ലോവർ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്ന റെഡ് കളറാണെങ്കിൽ ഹയർ ടെമ്പറേച്ചറിൽ ബ്ലൂ കളറാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഈ കളേഴ്സ് മാത്രം വരുന്നു എന്നല്ല, ആ കളേഴ്സാണ് ഡോമിനൻ്റ് ആ ടെമ്പറേച്ചറിൽ. ആ കളേഴ്സാണ് ഡോമിനൻ്റ് ആ ടെമ്പറേച്ചറിൽ. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ സയൻറ്റിസ്റ്റ് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഓക്കെ, ഒരു സാധനം ഹീറ്റ് ചെയ്യുമ്പോൾ, സോളിഡ് സബ്സ്റ്റൻസസ് ഹീറ്റ് ചെയ്യുമ്പോൾ എല്ലാ റേഡിയേഷനും വരുന്നുണ്ട്. പക്ഷെ അതിൽ ഏതൊക്കെയോ ഒരു റേഡിയേഷനാണ് ഡോമിനൻ്റ് ആ ഒരു ടെമ്പറേച്ചറിൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സയൻറ്റിസ്റ്റ് ബ്ലാക്ക് ബോഡി കയ്യിലെടുത്തു. ബ്ലാക്ക് ബോഡി എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? വാട്ട് ഇസ് എ ബ്ലാക്ക് ബോഡി? An ideal black body is something which emits and absorbs radiations of all frequency. അതായത് ഞാനിപ്പോൾ സാധാ ഒരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധാ ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ചില കാരണത്താൽ അതെന്താണെന്ന് നിങ്ങൾ അറിയണ്ട, ഔട്ട് ഓഫ് സിലബസ് ആണ്. ചില കാരണത്താൽ ചിലപ്പോൾ ചില റേഡിയേഷൻസ് പുറത്തേക്ക് വരില്ല. ചില കാരണത്താൽ ആ സോളിഡിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ചില റേഡിയേഷൻസ് അത് അബ്സോർബ് ചെയ്യില്ല, ചില റേഡിയേഷൻസ് അത് എമിറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് കുറച്ച് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ പഠിക്കുന്നത് ഒരു സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻസിനെ കുറിച്ചാണ്. ചിലപ്പോൾ ചില സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് കാരണം എല്ലാ റേഡിയേഷൻസും പുറത്തോട്ട് വരില്ല. അതുകൊണ്ട് വീൽ ടേക്ക് എ ബ്ലാക്ക് ബോഡി, ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുന്ന സബ്സ്റ്റൻസസ്. വളരെ ഡിഫിക്കൽട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മുടെ നോർമൽ ലൈഫിൽ നിങ്ങൾ വിചാരിക്കും സാറേ ഇപ്പോൾ സാർ ഇട്ടേക്കുന്ന ടീഷർട്ട് ബ്ലാക്ക് അല്ല, അത് ബ്ലാക്ക് ബോഡി ആണോ? അല്ല. ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ സ്റ്റാർസ്, സൺ ഇസ് ആൻ ഐഡിയൽ ബ്ലാക്ക് ബോഡി. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ സണ്ണ് കറുത്തല്ലല്ലോ ഇരിക്കണത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? സണ്ണ് നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് എല്ലാ റേഡിയേഷൻസും വരുന്നുണ്ട്, എല്ലാ കളേഴ്സും പുറത്തേക്ക് വരുന്നുണ്ട്. ആ എല്ലാ കളേഴ്സും കൂടി വരുമ്പോൾ വൈറ്റ് ലൈറ്റായിട്ട് നിങ്ങൾ കാണുന്നു. Basically, sun or stars are examples of black body. They emit every kind of radiation. അവർ എല്ലാ റേഡിയേഷനും പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വെള്ള ലൈറ്റ് വരുന്നത് അതിൻ്റെ പുറത്ത്. അത് കാരണം എന്താണ്? എല്ലാ റേഡിയേഷനും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഐഡിയൽ ബ്ലാക്ക് ബോഡി ഈസ് സംതിങ് ദാറ്റ് ഗിവ്സ് ഔട്ട് എവറി റേഡിയേഷൻ. യെസ് ആണോ? പെർഫെക്റ്റ്. ഇനി എല്ലാവരും നോക്കുക, ഇങ്ങനൊരു ബ്ലാക്ക് ബോഡി എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ബോഡി എന്ന് വരുന്ന റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു ബ്ലാക്ക് ബോഡി എടുത്തു, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ പുറത്തേക്ക് കുറേ റേഡിയേഷൻസ് വരുന്നുണ്ട്. λ1 റേഡിയേഷൻസ്, λ2 റേഡിയേഷൻസ്, λ3 റേഡിയേഷൻസ്, കുറേ വേവ് ലെങ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ എല്ലാ വേവ് ലെങ്ത്തിൻ്റെയും ഇൻറ്റൻസിറ്റി അവർ ചെക്ക് ചെയ്തു.
ഓക്കെ, അവർ ബേസിക്കലി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ട് ടെമ്പറേച്ചർ എടുത്തു. ഒന്ന് T1 ടെമ്പറേച്ചർ. ഓക്കെ, T1 ടെമ്പറേച്ചറിൽ അവർ എല്ലാ വേവ് ലെങ്ത്, ഈ ബ്ലാക്ക് ബോഡിയുടെ പുറത്തേക്ക് വരുന്ന എല്ലാ വേവ് ലെങ്ത്തിൻ്റെയും ഇൻറ്റൻസിറ്റി പ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് എല്ലാവരും നോക്കുക, വേവ് ലെങ്ത് ആണ്, വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ ആണ് എക്സ് ആക്സിസിലുള്ളത്. ഓക്കെ, ഹയർ വേവ് ലെങ്ത്, ഓക്കെ, ഫോർ എക്സാമ്പിൾ 3000 നാനോമീറ്റർ വേവ് ലെങ്ത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്. ഓക്കെ, യെസ് ആണ്. വേവ് ലെങ്ത് കുറയും തോറും ഈ ഇൻറ്റൻസിറ്റി പതിയെ കൂടുകയാണ്. അതായത് ചെറിയ ചെറിയ വേവ് ലെങ്ത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. ആൻഡ് ദർ ഇസ് എ മാക്സ്. നോക്കുക, ഈ ഒരു വേവ് ലെങ്ത്തിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ കുറവ്, അതിൻ്റെ താഴത്തേക്കുള്ള വേവ് ലെങ്സിൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടും കുറഞ്ഞു വരികയാണ്. സോ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ്, എല്ലാ വേവ് ലെങ്ത്തും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് λ1, λ2, λ3, λ4, λ5 എല്ലാ വേവ് ലെങ്ത്തും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരുത്തൻ മാത്രം ഡോമിനൻ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാ വേവ് ലെങ്ത്തും വരുന്നുണ്ട്. നോക്കുക, ഈ ഒരു T1 ടെമ്പറേച്ചറിൽ ഞാൻ ഇൻറ്റൻസിറ്റി വേഴ്സസ് വേവ് ലെങ്ത് പ്ലോട്ട് ചെയ്തപ്പോൾ ഈ ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന എല്ലാ വേവ് ലെങ്ത്തിൻ്റെയും ഇൻറ്റൻസിറ്റി ഞാൻ മാർക്ക് ചെയ്യാണ്. അതിൽ ഒരെണ്ണം മാത്രം ഡോമിനൻ്റ് ആണ്. ഇനി ഞാൻ ടെമ്പറേച്ചർ കുറച്ചു എന്ന് വിചാരിക്കുക, T2 ടെമ്പറേച്ചർ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഞാൻ ടെമ്പറേച്ചർ കുറച്ചു എന്ന് വിചാരിക്കുക. എല്ലാവരും നോക്കുക, അല്ല, T2 ടെമ്പറേച്ചർ കൂട്ടാം. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടാം, കുറയ്ക്കല്ല, ടെമ്പറേച്ചർ കൂട്ടി എന്ന് വിചാരിക്കുക. T2 ഗ്രേറ്റർ ദാൻ T1. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എല്ലാവരും നോക്കുക, അതേ ഷേപ്പ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഈ ലാംഡ മാക്സ് നേരത്തെ ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇവിടെയായിരുന്നു, ഇതായിരുന്നു ഡോമിനൻ്റ് വേവ് ലെങ്ത്. ഇപ്പോൾ ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇതാണ്. അതായത് ഈ ലാംഡ മാക്സ് വാല്യൂ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് ആ ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇല്ല, ഞാൻ പറഞ്ഞില്ല എല്ലാ റേഡിയേഷനും വരുന്നുണ്ട്, പക്ഷെ ആ ഡോമിനൻ്റ് വേവ് ലെങ്ത് മൈ ഡിയർ സ്റ്റുഡൻസ് becomes lesser with increase in temperature. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ടെമ്പറേച്ചർ കൂട്ടും തോറും കളറ് ബ്ലൂ ആയിട്ട് വരികയാണ്. അതായത് റെഡിൻ്റെ വേവ് ലെങ്ത് ബ്ലൂവിനേലും കൂടുതലാണ്. റെഡ് എപ്പോഴാണ്? കുറച്ച് ടെമ്പറേച്ചർ കൂട്ടും തോറും ഡോമിനൻ്റ് വേവ് ലെങ്ത് കുറയുകയാണ്. അതുകൊണ്ടാണ് ബ്ലൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കൺക്ലൂഷൻ ഇസ്, നമ്മളൊരു സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ എല്ലാ റേഡിയേഷനും പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ എല്ലാ ടെമ്പറേച്ചറിലും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഡോമിനൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുന്തോറും ഈ ഡോമിനൻ്റ് വേവ് ലെങ്ത് കുറയും. അതാണ് നമ്മളിവിടെ കണ്ടത്. T1 ടെമ്പറേച്ചറിൽ ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇവിടെയായിരുന്നു. കാര്യം എല്ലാ റേഡിയേഷൻസും വരുന്നുണ്ടെങ്കിലും ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇതായിരുന്നു. T2 ടെമ്പറേച്ചറിൽ ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇതാണ്. T2 ടെമ്പറേച്ചറിൽ ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലാംഡ മാക്സ്, അതായത് ദാറ്റ് ഡോമിനൻ്റ് വേവ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വീൻസ് ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് ഔട്ട് ഓഫ് സിലബസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും മാത്രമാണ്. ഇതാണ് NCERT കൊടുത്തേക്കുന്നത്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാം. ബേസിക്കലി ഒരു ടെമ്പറേച്ചറിൽ ഒരു സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ സോളിഡിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോഡിയെ ഹീറ്റ് ചെയ്യുമ്പോൾ, ബ്ലാക്ക് ബോഡിയാണ് ഐഡിയൽ, എക്സ്പെരിമെൻറ്റിന് ഏറ്റവും പറ്റിയത് ബ്ലാക്ക് ബോഡിയാണ്. ബ്ലാക്ക് ബോഡിയെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് ബോഡിയിൽ നിന്ന് എല്ലാ റേഡിയേഷൻസും പുറത്തേക്ക് വരും. പക്ഷേ ഇപ്പോൾ ടെമ്പറേച്ചർ T1 ഹീറ്റ് ചെയ്യാണ്, എല്ലാ റേഡിയേഷനും പുറത്തേക്ക് വരും, പക്ഷേ അതിൽ ഒരെണ്ണം ഡോമിനൻ്റ് ആയിരിക്കും. ഇതായിരിക്കും അതിൻ്റെ ലാംഡ മാക്സ് അറ്റ് ടെമ്പറേച്ചർ T1. അതേപോലെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ലാംഡ മാക്സ് വാല്യൂ കുറയുന്നു. അതായത് ഇതായിരിക്കും അതിൻ്റെ ലാംഡ മാക്സ്. യെസ് ഓൺ. ആൻഡ് ഓൾവേസ് കീപ് ദ ഗ്രാഫ് ഇൻ മൈൻഡ്. ആ ഗ്രാഫ് ആദ്യം ഒന്ന് കൂടും, പിന്നെ കുറയും, ഒരു മാക്സിമം വാല്യൂ വരും എന്തായാലും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അയണിൻ്റെ കേസ് എടുക്കാം. ടെമ്പറേച്ചർ T1 ബേസിക്കലി ലെറ്റ്സ് എ റെഡ് കളറാണ് ഡോമിനൻ്റ് എങ്കിൽ, ടെമ്പറേച്ചർ T2 ചിലപ്പോൾ ബ്ലൂ കളർ ആയിരിക്കും, ലാംഡ മാക്സ് കുറവായിരിക്കും. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഇതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത്, സാറേ ഇതെങ്ങനെയാണ്, ഹൗ ഇസ് ഇറ്റ് പ്രൂവിങ്, എങ്ങനെയാണിത്, ഹൗ ഇസ് ദിസ് പ്രൂവിങ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്? അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. നിങ്ങളതിലേക്ക് കിടക്കേണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി,
അതായത് ഇഫ് യു അസ്യൂം, നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫ് എനിക്ക് ഇങ്ങനെ കിട്ടില്ല. ഈ ഗ്രാഫ് എനിക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ അറിയണ്ട. എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ അറിയണ്ട. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി എന്നൊക്കെ വിളിക്കും. അതൊന്നും നിങ്ങൾ കിടക്കണ്ട അതിലേക്കൊന്നും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ്പെരിമെൻ്റലി സയൻറ്റിസ്റ്റ് ഒബ്സർവ് ചെയ്ത ഗ്രാഫ് ഇങ്ങനെയാണ്. ഈ ഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്? അത് മാത്തമാറ്റിക്കലി നിങ്ങൾക്കിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. കണ്ടിന്യൂസ് നേച്ചർ, വേവ് നേച്ചർ മാത്രം അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് വേവ് നേച്ചർ മാത്രം അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഒബ്സർവ് ചെയ്ത ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഒബ്സർവ് ചെയ്ത ഗ്രാഫാണ്, ഇതാണ് സത്യം. ഈ ഒബ്സർവ് ചെയ്ത ഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പാർട്ടിക്കിൾ നേച്ചർ, പ്ലാങ്കിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കൊണ്ടേ പറ്റുള്ളൂ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിനെ കൊണ്ടേ പറ്റുള്ളൂ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻസിനെ കൊണ്ടേ പറ്റുള്ളൂ. കണ്ടിന്യൂസ് നേച്ചർ, വേവ് നേച്ചർ മാത്രം അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് സത്യമാണ്, ഈ ഗ്രാഫ് സത്യമാണ്, ഇത് കണ്ട ഗ്രാഫാണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പാർട്ടിക്കിൾ നേച്ചർ അസ്യൂം ചെയ്യണം. അതേപോലെ തന്നെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സത്യമാണ്, നടക്കുന്നു. അതിൻ്റെ ഇക്വേഷൻസ് സത്യമാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾ നേച്ചറും വേണം. സോ ബേസിക്കലി ദീസ് ടു proves the particle nature of electromagnetic radiation. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഫൈൻ. ഇനി മക്കളെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ടോപ്പിക്കാണ് ബോർസ് അറ്റോമിക് മോഡൽ. ബോർസ് അറ്റോമിക് മോഡൽ. ഗൈസ് എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ മോഡൽ ഓഫ് ആറ്റം ഏതായിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്? നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നിർത്തിവെച്ച മോഡൽ ഓഫ് ആറ്റം ഏതായിരുന്നു? ഏറ്റവും അവസാനം നിർത്തിവെച്ച മോഡൽ ഓഫ് ആറ്റം ഏതായിരുന്നു? റദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. ഈ റദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റത്തിന് ഒരു മിനിറ്റ്, ഈ റദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റത്തിന് ഒരു പ്രശ്നമുണ്ട്. ഈ റദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? റദർഫോർഡ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ആറ്റം ഉണ്ട്, ന്യൂക്ലിയസ് അതിൻ്റെ സെൻട്രലായിരിക്കും, ഇലക്ട്രോൺസ് അതിൻ്റെ ചുറ്റും വെറുതെ കിടന്ന് ഓടുന്നു എന്നാണ്. പക്ഷേ ഇലക്ട്രോൺസ് അതിൻ്റെ ചുറ്റും വെറുതെ കിടന്ന് ഓടുമ്പോൾ ഒരു പ്രശ്നമുണ്ട് വിച്ച് വാസ് ഇറ്റ് വെൻറ്റ് അഗെയിൻസ്റ്റ് എ വെരി വെൽ നോൺ തിയറി. മാക്സ്വെൽസ് തിയറി, ജെയിംസ് മാക്സ്വെല്ലിന് ഒരു വെരി വെൽ നോൺ തിയറി ഉണ്ട്. അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ചാർജ് പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ആക്സിലറേഷൻ ഇറ്റ് വിൽ ഡിസിപ്പേറ്റ് എനർജി. ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ചേഞ്ചിങ് ഇറ്റ്സ് വെലോസിറ്റി എവറി അതർ സെക്കൻഡ്, അല്ലേ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജൻഷ്യലാണ്. സോ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ സംഭവിക്കുന്നുവെന്ന്. അപ്പോൾ അക്കോർഡിംഗ് ടു മാക്സ്വെൽ ഈ ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോകുമ്പോൾ ഇറ്റ് ഷുഡ് ഡിസിപ്പേറ്റ് എനർജി. ഇത് എനർജി ഡിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനലി ഇതിൻ്റെ എനർജി മൊത്തം നഷ്ടപ്പെട്ട് ഇറ്റ് വിൽ സ്പൈറൽ ഇൻ ടു ദ ന്യൂക്ലിയസ്. യെസ് ഓ നോ? ഞാനിപ്പോൾ ഒരു സാധനം വട്ടത്തിൽ കറക്കുകയാണ്, നല്ല എനർജി കറക്കുകയാണെങ്കിൽ അത് നല്ലൊരു സർക്കംഫറൻസിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഞാൻ എനർജി കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് കുറയും. അത് തന്നെയാണ് ഇവിടെ മാക്സ്വെൽ പറയുന്നത്. റദർഫോർഡ് എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് സോളാർ സിസ്റ്റം പോലെ, പ്ലാനറ്റ്സ് പോലെ ഇലക്ട്രോൺസ് ചുറ്റും ഓടുന്നുണ്ട്. പക്ഷെ മാക്സ്വെൽ പറഞ്ഞത് അങ്ങനെ ഒരു ആക്സിലറേഷൻ നടക്കുകയാണെങ്കിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വിൽ ഡിസിപ്പേറ്റ് എനർജി. അങ്ങനെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഫൈനലി അതിൻ്റെ സർക്കംഫറൻസ് നഷ്ടപ്പെട്ട്, അതിൻ്റെ റേഡിയസ് നഷ്ടപ്പെട്ട് ഫൈനലി ന്യൂക്ലിയസിലേക്ക് സ്പൈറൽ ചെയ്ത് വീഴും. ഇതായിരുന്നു വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് റദർഫോർഡ്സ് മോഡൽ. അതുകൊണ്ട് തന്നെയാണ് ബോർ രംഗത്തെത്തിയത്. ബോർസ് മോഡൽ ഓഫ് ആറ്റം. നീൽസ് ബോർ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒക്കെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഓക്കെ, നീൽസ് ബോർ പറഞ്ഞ എന്താണ്? ദിസ് മോഡൽ ഓഫ് ആറ്റം, ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ നമ്മുടെ കറൻറ്റ് മോഡൽ, അതായത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു മോഡലാണിത്. വളരെ അടുത്ത് എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്നാലും കുറേ അധികം കാര്യങ്ങൾ കറക്റ്റാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം.
It was proposed by Niels Bohr in 1913. Bohr model is applicable only for single electron species like hydrogen, He+, Li2+, etc. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ്. തുടക്കം തന്നെ ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ Bohr's model of atom is only applicable for single electron species. ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ അല്ലേ? ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. യെസ് ഓ നോ? ഒരു ഇലക്ട്രോൺ. അതേപോലെ ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ ആ 2 ഇലക്ട്രോണിൽ നിന്ന് ഞാൻ ഒരു ഇലക്ട്രോൺ എടുത്ത് കളഞ്ഞാലോ ഹീലിയം പ്ലസിനോ ഒരു ഇലക്ട്രോൺ. യെസ് ഓ നോ? ഫൈൻ, ഒരു ഇലക്ട്രോൺ. അതേപോലെ തന്നെ ലിത്യത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ലിത്യത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ. ആ 3 ഇലക്ട്രോണിൽ നിന്ന് 2 ഇലക്ട്രോൺ എടുത്ത് കളഞ്ഞാൽ ഐ വിൽ ഗെറ്റ് Li2+. അതിന് ഒരു ഇലക്ട്രോൺ. സോ ബേസിക്കലി ഈ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ്, these single electron species follow Bohr's model of atom. Single electron species follow Bohr's model of atom. മറക്കരുത്. ഓക്കെ, നമുക്ക് എന്താണ് മോഡൽ എന്ന് നോക്കാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് നോക്കാം, അസംപ്ഷൻസ് എന്താണെന്ന് നോക്കാം. An atom consists of small, heavy and positively charged nucleus in the center and the electrons revolve around it in circular orbits. ഇത് ആക്ച്വലി റദർഫോർഡും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ന്യൂക്ലിയർസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഓടുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഇതിൻ്റെ പുതുമ എന്താണ്? ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും നോക്കുക. ദി അട്രാക്ഷൻ ഫോഴ്സ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ്, ദ കൂളംബിക് ഫോഴ്സ്, ഓക്കെ, കൂളംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് എൻ ഇലക്ട്രോൺ. ഇസ് ഈക്വൽ ടു ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് എൻ ഇലക്ട്രോൺ. അതായത് ഞാൻ ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണ്, ഓക്കെ, ഇങ്ങനെ ഒരു ആറ്റം എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം ദിസ് ഇലക്ട്രോൺ വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് കൊടുക്കുന്ന കൂളംബിക് ഫോഴ്സ് ആണ് ഇതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ബേസിക്കലി നിങ്ങൾക്കറിയാം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷനിൽ പോവുകയാണെങ്കിൽ അതിനൊരു ഔട്ട്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. ആ ഔട്ട്വേർഡ് ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഇൻവേർഡ് ഫോഴ്സ് വേണം. എന്നാലേ അതിനൊരു സർക്കുലർ മോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണ്, സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് പോകുന്നുണ്ട്. സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളാണ് അതിൻ്റെ ഇൻവേർഡ് ഫോഴ്സ്. അതാണ് ബേസിക്കലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലാനറ്റ്സ് സർക്കുലർ മോഷനിൽ പോകുന്നത്. യെസ് ഓ നോ? ഫൈൻ, കറക്റ്റ് സർക്കുലർ അല്ല എന്നാലും. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഈ കൂളംബിക് ഫോഴ്സ് ഓഫ് ദ ന്യൂക്ലിയസ് ബാലൻസസ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. സിമ്പിൾ ഫിസിക്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അട്രാക്ഷൻ ഫോഴ്സ് ടുവേർഡ്സ് ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവേ ഫ്രം ന്യൂക്ലിയസ്. ഔട്ട്വേർഡിലേക്കുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ദ സെൻട്രൽ ഫോഴ്സ് അല്ലെങ്കിൽ ദ കൂളംബിക് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. Next, electrons can revolve only in those orbits in which angular momentum mvr of electron is integral multiple of h/2π. Guys, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടിക്കിൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ പോകുമ്പോൾ അതിന് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞൊരു ബേസിക്കലി പ്രോപ്പർട്ടി ഉണ്ട്. ഈ ആംഗുലാർ മൊമെൻറ്റം എന്താണെന്നുള്ളത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. യെസ് ഓ നോ? അപ്പോൾ ഈ ഇലക്ട്രോൺ, ബോർ പറഞ്ഞത് ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും പോകുമ്പോൾ കുറേ ഓർബിറ്റ്സ് പോസിബിൾ ആണ്. യെസ് ഓ നോ? പക്ഷെ ബോർ പറഞ്ഞത് only those orbits where angular momentum is equal to an integral multiple of h/2π are possible. അതായത് ഇപ്പം ഞാൻ പറയാണ്, ആംഗുലാർ മൊമെൻറ്റം can be equal to nh/2π, where n is equal to 1, 2, 3, 4, etc. അതായത് ആംഗുലാർ മൊമെൻറ്റം ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. എങ്ങനെയാണ് ബോറിന് ഇത് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇലക്ട്രോണിനെ കണ്ട എല്ലാ ഓർബിറ്റിലേക്കും പോകാനൊന്നും പറ്റില്ല. ഓൺലി ദോസ് ഓർബിറ്റ്സ് വെയർ ആംഗുലാർ മൊമെൻറ്റം ഇസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഓർബിറ്റിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ h/2π ആണ് എന്ന് വിചാരിക്കുക അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം. അതായത് n വാല്യൂ is equal to 1, n is equal to 1. ഈ ഒരു ഓർബിറ്റിൽ പോവുകയാണെങ്കിൽ അത്
2 into h by 2 pi ആണ് എന്ന് വിചാരിക്കുക. അതായത് n വാല്യൂ is equal to 2. ഈ ഒരു ഓർബിറ്റിൽ പോവുകയാണെങ്കിൽ അത് 3 into h by 2 pi ആണ് എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് n വാല്യൂ is equal to 3. അതായത് ഇലക്ട്രോണിന് ഈ പറഞ്ഞ ഓർബിറ്റിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം h by 2 pi ആയിരിക്കണം, അല്ലെങ്കിൽ 2h by 2 pi ആയിരിക്കണം, അല്ലെങ്കിൽ 3h by 2 pi. ഇലക്ട്രോൺ ഇതിൻ്റെ ഇടയ്ക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതിങ്ങനെ ഓർബിറ്റിൽ കൂടെ പോകാൻ പറ്റില്ല ഇലക്ട്രോൺ. യെസോനോ അതെന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ പ്രൂഫ് എന്നുള്ളത് നിങ്ങൾക്കില്ല തൽക്കാലം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആംഗുലാർ മൊമെന്റം ഷുഡ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi. കണ്ട എല്ലാ റൂട്ടിൽ കൂടെയും പോകാൻ പറ്റില്ല, കണ്ട എല്ലാ ഓർബിറ്റിൽ കൂടെയും പോകാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ h by 2 pi, ആംഗുലാർ മൊമെന്റം ഷുഡ് ബി h by 2 pi. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ഷുഡ് ബി h by 2 pi, അല്ലെങ്കിൽ 2h by 2 pi, അല്ലെങ്കിൽ 3h by 2 pi. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള സ്ഥലത്തെ കൂടെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബോർ പറഞ്ഞത് only certain orbits are possible. First orbit, angular momentum h by 2 pi. Second orbit, angular momentum 2h by 2 pi. Third orbit, angular momentum 3h by 2 pi. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റിൻ്റെ ഒക്കെ റേഡിയസ് ഫിക്സഡ് ആയിരിക്കും. സർട്ടൺ റേഡിയസിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എല്ലാ റേഡിയസും പോസിബിൾ അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഞാൻ പറയാണ്, ഈ ഒരു റേഡിയസിൽ കൂടെ പോകാൻ പറ്റുമോ, ഈ ഒരു റേഡിയസിൽ കൂടെ പോകാൻ പറ്റുമോ? ഇല്ല. കാര്യം ഈ ഒരു റേഡിയസിൻ്റെ ആംഗുലാർ മൊമെന്റം വരാൻ പോകുന്നത് ഇത് 2h by 2 pi, ഇത് 3h by 2 pi. നോക്കുക, ഇത് 2h by 2 pi, ഇത് 3h by 2 pi. അതിൻ്റെ നടുക്കൊരു വാല്യൂ പറ്റില്ല. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. യെസ് ഓ നോ? പെർഫെക്റ്റ്. അപ്പോൾ എല്ലാവരും നോക്കുക, MVR is equal to NH by 2 pi. ഓക്കെ, ഈ h by 2 piനെ h ക്രോസ് എന്ന് ഇടാം. ഓക്കെ, ദാറ്റ്സ് ചില ബുക്സിൽ നിങ്ങൾക്ക് കാണാം. സോ n into h ക്രോസ് എന്നും ഇടാം. ഓക്കെ, ദാറ്റ്സ് h ക്രോസ് എന്ന് ഉദ്ദേശിക്കുന്നത് h by 2 pi ആണ്. n is equal to positive integers. n can take 1, 2, 3, 4 etc. values. Fine. h is Planck's constant. Pi is basically a constant. You guys know that. Got it? So basically ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആംഗുലാർ മൊമെന്റം ക്യാൻ ഹാവ് വാല്യൂ സച്ച് ആസ് h by 2 pi, 2h by 2 pi, 3h by 2 pi, 4h by 2 pi, 5h by 2 pi and so on. It cannot have fractional values like 1.5 into h by 2 pi, like 1.2 into h by 2 pi, like 0.5 into h by 2 pi. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓർബിറ്റ്സ് ആർ ഫിക്സഡ്. എല്ലാ ഓർബിറ്റും പറ്റില്ല. ഇലക്ട്രോണിന് തോന്നിയ പോലെ കറങ്ങാൻ പറ്റില്ല. ഓൺലി certain definite orbits are possible. So basically എല്ലാവരും നോക്കുക, the orbits in which electron can revolve are known as stationary orbits because in these orbits energy of electron is always constant. അതായത് certain fixed orbitsൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ആ ഓർബിറ്റ്സിൽ അതിൻ്റെ എനർജിയും ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാനും പോകണില്ല. റൂതർഫോർഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് അതായിരുന്നു. അതായത് ഇലക്ട്രോൺ, ബോർ പറഞ്ഞത് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ കൂടെ പോകുമ്പോൾ അത് വെറുതെ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് സ്പൈറൽ ഡൗൺ ടു ന്യൂക്ലിയസ് പോവില്ല. ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദിസ് തിങ്, ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ മോഷൻ. Got it? It will maintain the movement in the orbit. Yes or no? Each stationary orbit is associated with definite amount of energy. Therefore, these orbits are also called as energy levels and are numbered as 1, 2, 3, 4, 5 or KLMNO from the nucleus onwards. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെഫിനിറ്റ് ഓർബിറ്റ്സേ പറ്റുള്ളൂ. ഈ ഡെഫിനിറ്റ് ഓർബിറ്റ്സിനെ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അതിനൊരു ഡെഫിനിറ്റ് ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. ഡെഫിനിറ്റ് ആംഗുലാർ മൊമെൻറ്റം ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഡെഫിനിറ്റ് എനർജിയും ഉണ്ട്, അതിനൊരു ഡെഫിനിറ്റ് റേഡിയസും ഉണ്ട്. എല്ലാ റേഡിയസും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ, ന്യൂക്ലിയസ് ഇതാണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഫോർത്ത് ഓർബിറ്റ്, K ഓർബിറ്റ്, L, M, N and it goes on like that. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പറ്റില്ല. ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ ഇലക്ട്രോൺ പറയുകയാണ് എനിക്ക് ബോറടിച്ചു, എനിക്കിത് ഇവിടെ താമസിക്കണം അല്ലെങ്കിൽ ഇവിടെ താമസിക്കണം, പറ്റില്ല. എനിക്കിത് ഈ ഓർബിറ്റിൽ കൂടെ പോകണം, 2ന്റെ 3ന്റെ ഇടയ്ക്കുള്ള, ഇല്ല, പറ്റില്ല. ഓൺലി ഫോർ എൻ ആറ്റം ഓൺലി സർട്ടൺ ഓർബിറ്റ്സ് അതെ. അതാണ് ബോർ പറഞ്ഞത്. ഗോട്ട് ഇറ്റ്? ഫൈൻ. The emission or absorption of energy in the form of a photon can only occur when electron jumps from one stationary state to another. And it is delta E is equal to E higher minus E lower, that is equal to En2 minus En1. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് വെച്ചു, എനിക്കിപ്പോൾ ഈ ഓർബിറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. 3 ഓർബിറ്റ്സ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഇലക്ട്രോണിനെ എടുത്തു. ഓക്കെ, ഇത് ബേസിക്കലി
energy of this orbit is E1 എന്ന് വിചാരിക്കുക. ഓക്കെ, എനർജി ഓഫ് തേർഡ്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഇലക്ട്രോണിനെ ഈ തേർഡ് ഓർബിറ്റിലേക്ക് കൊണ്ടുപോകണം. തേർഡ് ഓർബിറ്റിലെ എനർജി എത്രയാണ്? E3 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഇലക്ട്രോണിനെ തേർഡ് ഓർബിറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇലക്ട്രോൺ വെറുതെ ചാടി പോവില്ല. കാര്യം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഓർബിറ്റിന് അതിൻ്റേതായ എനർജി ഉണ്ട്, ഈ ഓർബിറ്റിന് അതിൻ്റേതായ എനർജി ഉണ്ട്. സപ്പോസ് E1 വാല്യൂ ഇസ് 10, ഞാൻ വെറുതെ പറയാണ്. E3 വാല്യൂ ഇസ് സംതിങ് ലൈക്ക് 40. അപ്പോൾ എക്സ്ട്രാ ഒരു 30 കൊടുത്താലേ ഇതിനങ്ങോട്ട് ചാടാൻ പറ്റുള്ളൂ. ആൻഡ് ഹൂ ഡസ് ദാറ്റ്? ആർക്കത് കൊടുക്കാൻ പറ്റുക? പുറത്തുനിന്നൊരു ഫോട്ടോൺ വരണം. പുറത്തുനിന്നൊരു ഫോട്ടോൺ വന്ന് ഈ ഇലക്ട്രോൺ ആ എനർജി അബ്സോർബ് ചെയ്താൽ ആ ഫോട്ടോണിൻ്റെ എനർജി 30 ആണെങ്കിൽ ഈ ഇലക്ട്രോണിന് ചാടി ഇപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഗോട്ട് ഇറ്റ്? യെസ് ഓ നോ? അതേപോലെ തന്നെ ഇവിടെയുള്ളൊരു ഇലക്ട്രോൺ ചാടി ഇങ്ങോട്ട് വരണമെങ്കിൽ, ഇവിടെയുള്ളൊരു ഇലക്ട്രോൺ ചാടി ഇങ്ങോട്ട് വരണമെങ്കിൽ ബേസിക്കലി 40-ൽ നിന്ന് 10-ലേക്ക് എത്തണം. 40-ൽ നിന്ന് 10-ലേക്ക് എത്തണമെങ്കിൽ എനർജി വെളിയെ കളയണം. അപ്പോൾ ബേസിക്കലി എന്ത് പറ്റും? ഇങ്ങനെ ഒരു ചാട്ടം ചാടുമ്പോൾ ദാറ്റ് ഇലക്ട്രോൺ വിൽ ഡിസിപ്പേറ്റ് a photon. Electron ഒരു ഫോട്ടോൺ പുറത്തേക്ക് തള്ളും. അബ്സോർബ് ചെയ്യല്ല, ഇറ്റ് വിൽ എമിറ്റ് a photon whose energy will be 30. So always understand the change in energy of two orbits, higher orbit minus lower orbit, is basically equal to energy of photon. Is basically equal to energy of photon involved. Energy of photon involved. Energy of photon involved. ഞാൻ എപ്പോഴും പറയാം En2 മൈനസ് En1 എന്നാണ് ഇതിനെ എപ്പോഴും അസൈൻ ചെയ്യുക. N2 എന്ന് ഉദ്ദേശിക്കുന്നത് ഹയർ ഓർബിറ്റ് ആയിരിക്കും, N1 എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ ഓർബിറ്റ് ആയിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് N2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർബിറ്റ് ആണ്, N1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർബിറ്റ് ആണ്. അല്ല, അത് ഏത് ഹയർ ഓർബിറ്റും ലോവർ ഓർബിറ്റ് കോമ്പിനേഷനും ആവാം. അത് ഏത് ഹയർ ഓർബിറ്റ് ലോവർ ഓർബിറ്റ് കോമ്പിനേഷനും ആവാം. ഓക്കെ, അത് ഏത് ഹയർ ഓർബിറ്റ് ലോവർ ഓർബിറ്റ് കോമ്പിനേഷനും ആവാം. അത് നിങ്ങൾ മറക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇങ്ങനെ കുറേ ഓർബിറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ കുറേ ഓർബിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഫോർത്ത് ഓർബിറ്റ്, ഫിഫ്ത്ത് ഓർബിറ്റ്. എൻ്റെ ഇലക്ട്രോൺ സെക്കൻഡ് ഓർബിറ്റിലാണുള്ളത്. അവന് ഫിഫ്ത്ത് ഓർബിറ്റിലേക്ക് പോകണം. സോ ബേസിക്കലി എനർജി ഓഫ് ഫോട്ടോൺ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ എന്ന് കൊടുക്കാം എനിക്ക്. എച്ച് മ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അവന് വേണ്ട ഫോട്ടോണിൻ്റെ എനർജി ഈസ് നത്തിങ് ബട്ട് E5, energy of fifth orbit minus energy of second orbit. Got it? Yes or no? Fine. അതേപോലെ തന്നെ ഇപ്പോൾ ഫിഫ്ത്ത് ഓർബിറ്റിലുള്ള ഒരുത്തൻ തേർഡ് ഓർബിറ്റിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫിഫ്ത്തിൽ നിന്ന് തേർഡിലേക്ക് വരികയാണെങ്കിൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. കാര്യം എനർജി കുറയ്ക്കണം, അത് അടുത്തേക്ക് വരികയാണ്, എനർജി കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെയും ഫോർമുല എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു, അത് പുറത്തേക്ക് വിടുന്ന ഫോട്ടോണിൻ്റെ എനർജി എത്രയായിരിക്കും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ ഈസ് ഈക്വൽ ടു E5 മൈനസ് E3. only difference is ആദ്യത്തെ കേസിൽ മേളത്തെ ഓർബിറ്റിലേക്ക് ചാടണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം, താഴത്തെ ഓർബിറ്റിലേക്ക് ചാടണമെങ്കിൽ എനർജി റിലീസ് ചെയ്യണം. മേളത്തെ ഓർബിറ്റിലേക്ക് ചാടണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം, താഴത്തെ ഓർബിറ്റിലേക്ക് ചാടണമെങ്കിൽ എനർജി റിലീസ് ചെയ്യണം. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്? സോ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഇന്നർ ടു ഔട്ടർ ഓർബിറ്റ് ആൻഡ് ഈസ് എമിറ്റഡ് വെൻ ഇലക്ട്രോൺ മൂവ്സ് ഫ്രം ഔട്ടർ ടു ഇന്നർ ഓർബിറ്റ്. ഗോട്ട് ഇറ്റ്? കാര്യം എന്താണ്? ഇപ്പം ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, എല്ലാവരും നോക്കുക. ഒരു ഇലക്ട്രോൺ n is equal to 1 എന്ന് വിചാരിക്കുക. അത് n is equal to 3 ചാടണമെങ്കിൽ ഫോട്ടോൺ ഷുഡ് ബി അബ്സോർബ്ഡ്. കാര്യം n is equal to 3, ഹയർ ഓർബിറ്റിൻ്റെ എനർജി എപ്പോഴും ലോവർ ഓർബിറ്റിനേലും കൂടുതലായിരിക്കും. ഹയർ ഓർബിറ്റിൻ്റെ എനർജി. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്താലേ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് മുകളിലേക്ക് ചാടാൻ പറ്റുള്ളൂ. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കണം, പക്ഷെ സാർ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് മേളിലേക്ക് പോകുന്തോറും എനർജി കൂടുന്നു എന്ന് സാറ് പറയുന്നത്? മേളിലേക്ക് പോകുന്തോറും എനർജി കൂടുന്നു എന്തുകൊണ്ടാണ് പറയുന്നത്? കുറഞ്ഞൂടെ? ന്യൂക്ലിയസിൻ്റെ അടുത്തുനിന്ന് ദൂരേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് എനർജി കൂടുന്നത്? ദാറ്റ്സ് എ ഫാക്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ട ഫാക്റ്റാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പ്രൂവ് ചെയ്യും മാത്തമാറ്റിക്കലി, ഡോണ്ട് വറി. അതേപോലെ തന്നെ ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് വരുമ്പോൾ എനർജി എമിറ്റ് ചെയ്യും, അതായത് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. എനർജി റിലീസ് ചെയ്യണം. കാര്യം ഹയറിൽ നിന്ന് ലോവറിലേക്ക് ചാടുകയാണ്, എനർജി കുറച്ചേ പറ്റൂ. എങ്ങനെ കുറയ്ക്കുക?
ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ഗോട്ട് ഇറ്റ്? ഫൈൻ. സോ എല്ലാവരും നോക്കുക, ആപ്ലിക്കേഷൻസ് ഓഫ് ബോർ മോഡൽ. ആപ്ലിക്കേഷൻസ് ഓഫ് ബോർ മോഡൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നോക്കുക. നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ചില ഫോർമുലാസ് ആണ്, ചില സെറ്റ് ഓഫ് ഫോർമുലാസ്. ഫോർ എക്സാമ്പിൾ, റേഡിയസ് ഓഫ് എൻ ഓർബിറ്റ്, വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്, എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ്, റേഡിയസ് ഓഫ് വേരിയസ് ഓർബിറ്റ്സ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് വേരിയസ് ഷെൽസ് എന്ന് വിളിക്കാം. ഇതിനെല്ലാം ഓർബിറ്റ്സിനെ മൊത്തം ഒരു ഷെൽ എന്ന് വിളിക്കാം. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഇങ്ങനൊരു ഇലക്ട്രോൺ ഉണ്ട് ഒരു ഓർബിറ്റിൽ. ഓക്കെ, ഒരു ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ഇലക്ട്രോൺ? ദ കൂളംബിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ഇലക്ട്രോൺ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, രണ്ട് ചാർജസ് ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ട് ചാർജസ് Q1 ആൻഡ് Q2 ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദം? K ഇൻറ്റു Q1 Q2 ബൈ R². 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടുണ്ടോയെന്ന് അറിയില്ല. 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് എന്തായാലും അറിയായിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. K ഇൻറ്റു Q1 ഇൻറ്റു Q2 ബൈ R². Q1 is magnitude of first charge, Q2 is magnitude of second charge, R is basically the distance between them. Yes or no? അപ്പോൾ ഞാനൊരു ഇലക്ട്രോണും ന്യൂക്ലിയസും എടുക്കുകയാണെങ്കിൽ എൻ്റെ Q1 എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്, എൻ്റെ Q2 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? E. ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്രയാ? E മൈനസ് ആണ് കേട്ടോ, നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്രയാ? ZE. Z എന്താണ്? അറ്റോമിക് നമ്പർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എങ്ങനെ ZE ആയത്? ഒരു ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? ഈക്വൽ ടു ദ number of electrons. Yes or no? Yes or no, my dear students? Fine. ഇപ്പം ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി അറ്റോമിക് നമ്പർ. ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു പ്രോട്ടോൺ ഉണ്ടാവും, ഹീലിയം ആണെങ്കിൽ 2 പ്രോട്ടോൺ ഉണ്ടാവും, ലിത്യം ആണെങ്കിൽ 3 പ്രോട്ടോൺ ഉണ്ടാവും, ബെറിലിയം ആണെങ്കിൽ 4 പ്രോട്ടോൺ ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയർ ചാർജ് എത്രയാണ്? 1 ഇൻറ്റു E. കാര്യം എന്താണ്? ചാർജ് ഓഫ് എ പ്രോട്ടോൺ ഇസ് നത്തിങ് ബട്ട് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. ഓൺലി തിങ് ഇസ് ദാറ്റ് ഇറ്റ്സ് പോസിറ്റീവ്. ഓക്കെ, ഇനി ഹീലിയം പ്ലസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ, പക്ഷെ 2 പ്രോട്ടോൺ ഉണ്ടാവുമല്ലോ. ഹീലിയം പ്ലസ് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് എന്ന് ഉദ്ദേശിച്ചത് ഇലക്ട്രോൺ ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാറുന്നില്ല. ഹീലിയത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? 2 ഇൻറ്റു E. കാരണം അതിൽ 2 പ്രോട്ടോൺ ഉണ്ടാവും, പ്ലസ് 2E. അതായിരിക്കും അതിൻ്റെ ന്യൂക്ലിയർ ചാർജ്. Li2+ എന്തായിരിക്കും? Li2+ൻ്റെയും ഒരു ഇലക്ട്രോണേ ഉള്ളൂ, പക്ഷെ ന്യൂക്ലിയസിൽ 3 പ്രോട്ടോൺ ഉണ്ടാവും. സോ ടോട്ടൽ ചാർജ് വിൽ ബി പ്ലസ് 3 ഇൻറ്റു E. Yes or no? So generally I can say that nuclear charge will be Z into E. Z is basically the atomic number. Z is the number of protons in that nucleus multiplied by number of protons multiplied by charge of a proton. Charge of a proton E ആണ്. Yes or no? So basically എല്ലാവരും നോക്കുക, we got charge of a nucleus is Z into E, charge of an electron is E. ഇനി അവർ തമ്മിലുള്ള കൂളംബിക് ഫോഴ്സ് എത്രയാണ്? അപ്പോൾ കൂളംബിക് ഫോഴ്സ് will be K Q1 Q2 by R². Q1 എത്രയാണ്? Z into E. Q2 എത്രയാണ്? E. So K Z E² by R². ZE is nuclear charge. Okay, nucleusന്റെ ചാർജ്. Okay, E is basically charge of an electron. ZE is charge of a nucleus. Fine. K value എത്രയാണ്? It's a constant, 9 into 10 power 9 Newton meter square by Coulomb square. Yes or no? Fine. ഇത് നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഇത് മനസ്സിൽ വെക്കുക, K Q1 Q2 by R². ആ Q1 ഇവിടെ ZE ആണ്, Q2 ഇവിടെ E ആണ്. Now എല്ലാവരും നോക്കുക, we know coulombic force is equal to centrifugal force. നമുക്ക് ഓൾറെഡി അറിയാം coulombic force is equal to centrifugal force. ഈ centrifugal ഫോഴ്സിന് ഒരു ഫോർമുല ഉണ്ട്, mv²/r. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും എന്തായാലും. mv²/r ആണ് centrifugal ഫോഴ്സിന്റെ ഫോർമുല. അപ്പോൾ ബേസിക്കലി ഐ ക്യാൻ റൈറ്റ് KZE²/r² is equal to mv²/r. Yes or no?
ബി സ്ക്വയർ എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് വി സ്ക്വയർ കിട്ടും. ആറിനെ അങ്ങോട്ട് എടുക്കാം. വി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു കെ സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ അല്ലേ? എമ്മിനെ ഇങ്ങോട്ട് എടുത്തു, ആറിനെ അങ്ങോട്ട് എടുത്തു, ആറും ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്തു, ഡിനോമിനേറ്ററിൽ 6 വരും. കെ സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ അവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് നോക്കാം ഗായ്സ്, ഞാനിത് എഴുതി തരാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം സേവ് ചെയ്യാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇക്വേഷൻസേ ഉള്ളൂ. നെക്സ്റ്റ്, വി ഓൾസോ നോ ദാറ്റ് എം വി ആർ ഇസ് ഈക്വൽ എൻ എച്ച് ബൈ 2π. എവിടെ നിന്നറിയാം? ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് വെച്ചിട്ട് എം വി ആർ ഇസ് ഈക്വൽ എൻ എച്ച് ബൈ 2π ഓർ വി ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π എം ആർ ഓർ വി ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π എം ആർ അല്ലേ? വി ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ എം ആറിനെ അങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, വി ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π എം ആർ. ഫൈൻ. ഇനി ഈ വി എൻ എച്ച് ബൈ 2π എം ആർ ഇവിടെ കൊണ്ട് ചാമ്പുക, എൻ എച്ച് ബൈ 2π എം ആർ ഇവിടെ കൊണ്ടിടുക. അപ്പോൾ എന്ത് പറ്റും? എൻ എച്ച് ബൈ 2π എം ആർ ദ ഹോൾ സ്ക്വയർ. കാര്യം എന്താണ്? ഇവിടെ വി സ്ക്വയർ ആണ്. അപ്പോൾ ദിസ് ദ ഹോൾ സ്ക്വയർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു കെ സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ. കെ സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. വി സ്ക്വയർ ഇസ് എൻ എച്ച് ബൈ 2π എം ആർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു കെ സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ. ഓർ നമ്മളിത് റീഅറേഞ്ച് ചെയ്യാണ്. ആർ സ്ക്വയറിനെ അങ്ങോട്ട് എടുത്തു, ആർ സ്ക്വയർ ബൈ ആർ 6 കിട്ടും. യെസ് ഓ നോ? റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ആർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ എം കെ സെഡ് ഇ സ്ക്വയർ. ബേസിക്കലി ഞാൻ ഒന്നും ചെയ്തില്ല, ഇത് മൊത്തം അങ്ങോട്ട് സ്ക്വയർ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ എം സ്ക്വയർ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ. ഇനി ആർ സ്ക്വയറിനെ ഞാൻ അങ്ങോട്ട് എടുത്തു, അപ്പോൾ ആർ സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ആർ. ബാക്കിയെല്ലാം ഞാൻ ഒരു സൈഡിലേക്ക് എടുത്തു. ഇൽ ബി ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π എം കെ സെഡ് ഇ സ്ക്വയർ. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കുക ഈ ഫോർമുല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇത് ഭയങ്കര പാടാണല്ലോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇല്ല, എച്ച് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, 4 കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ് മാസ് ഓഫ് ഇലക്ട്രോൺ, കെ കോൺസ്റ്റൻ്റ് ആണ്, ഇ കോൺസ്റ്റൻ്റ് ആണ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. ഇതിലാകെ വേരിയബിൾസ് വരുന്നത് എന്നും ഇതിലാകെ വേരിയബിൾസ് വരുന്നത് എന്നും സെഡുമാണ്. ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ ഞാൻ ഇടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫോർമുല, റേഡിയസ് ഓഫ് എൻ ഓർബിറ്റ് ഇസ് ഈക്വൽ ടു 0.529 into 10⁻⁸ n square by z സെൻറ്റിമീറ്റർ. യെസ് ഓ നോ? അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് 0.529 into n square by z ആങ്സ്ട്രോം. 10⁻⁸ സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്, യു നോ 1 ആങ്സ്ട്രോം ഇസ് 10⁻⁻10 മീറ്റർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 10⁻⁸ സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസിക്കലി ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 0.529 into n square by z ആങ്സ്ട്രോം. അതായത് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ വരികയാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? സപ്പോസ് ദേ ആസ്ക്ഡ് യു Li2+ൻ്റെ സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയാണ്? സിമ്പിൾ, 0.529 ഇൻറ്റു n എത്രയാണ്? 2, സെക്കൻഡ് ഓർബിറ്റിനാണ്. സോ 2 സ്ക്വയർ ബൈ z എത്രയാണ്? അറ്റോമിക് നമ്പർ ഓഫ് ലിത്യം ബൈ 3. 0.529 ഇൻറ്റു 9/3 എന്ന് വരും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിൽ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 0.529 can also be called as A0, which is also called as Bohr's radius. Okay, which is also called as Bohr's radius. Okay, അത് മറ്റൊന്നുമല്ല, it is nothing but equal to the radius of the first orbit of hydrogen. n value 1 ഇടുക, z value 1 ഇടുക, അതായത് ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റ് n value 1, z value 1, Rn is equal to 0.529. അതിനെയാണ് നമ്മൾ ബോർസ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. A0 വെച്ചിട്ട് നമ്മൾ സിംപ്ലൈസ് ചെയ്യും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഓൺലി വാലിഡ് ഫോർ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ്. നിങ്ങൾ കാര്യം എന്താണെന്നാണ്, ഈ ഇക്വേഷൻസ് എല്ലാം സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടില്ലേ, കൂളംബിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഒരു മൾട്ടി ഇലക്ട്രോൺ സ്പീഷി ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഒരു മൾട്ടി ഇലക്ട്രോൺ സ്പീഷി ഉണ്ടെങ്കിൽ ഇവിടെയും ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോണിന് ന്യൂക്ലിയർ ഫോഴ്സ് മാത്രമായിരിക്കില്ല, അതിന് കുറേ റിപ്പൾസീവ് ഫോഴ്സസും വരും. ഇലക്ട്രോൺ റിപ്പൾഷൻസ് വരും, കുറേ ഫോഴ്സസ് വരും. അപ്പോൾ ബേസിക്കലി ഈ മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസിന് ഇതൊന്നും വാലിഡ് അല്ല, ഇതെല്ലാം സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിന് മാത്രം വാലിഡ് ആണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഫോർമുല നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് ഒരു ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ ഒരു സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ nth ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. n എന്തും ആയിക്കോട്ടെ. നെക്സ്റ്റ്, വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ.
ഒരു ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്താണ്? നമുക്കറിയാം കൂളംബിക് ഫോഴ്സ് kz(d²/r²) mv²/r. ഇതിൽ നിന്ന് v² kz(d²/mr) എന്ന് കിട്ടും. യെസ് ഓ നോ? ഫൈൻ. നമുക്ക് mvr nh/2π എന്ന് അറിയാം. mvr nh/2π. ഇതിൽ നിന്ന് നമ്മൾ mr ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് m into v² into r is equal to kz(e²) അല്ലേ? യെസ് ഓ നോ? mr ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ mv² r is equal to kz(e²). mvr into v എന്ന് എഴുതാലോ ഇതിനെ, is equal to kz(e²). mvr into v എന്ന് എഴുതാലോ ഇതിനെ, mv² r നെ mvr into v എന്ന് എഴുതാലോ. And mvr എന്താണ്? Angular momentum is nh/2π. So basically nh/2π into v. nh/2π into v. nh/2π into v is equal to kz(e²). എഴുതാലോ. അപ്പോൾ v എന്താണ്? 2π kz(e²/nh). Please remember this. Now don't get scared. പേടിക്കേണ്ട ആവശ്യമില്ല. 2 കോൺസ്റ്റന്റ്, π കോൺസ്റ്റന്റ്, k കോൺസ്റ്റന്റ്, e കോൺസ്റ്റന്റ്, h കോൺസ്റ്റന്റ്. ആകെ വരുന്നത് z ഉം n ഉം മാത്രമേ ഉള്ളൂ. അതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വാല്യൂ എല്ലാം ഇടുമ്പോൾ വെലോസിറ്റി is equal to 2.188 into 10⁶ z/n. അതായത് സപ്പോസ് ഞാനിപ്പോൾ ഹീലിയം പ്ലസ് ആറ്റം എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ z വാല്യൂ എത്രയാണ്? 2. ഓക്കെ, അതിൻ്റെ തേർഡ് ഓർബിറ്റിൽ n is equal to 3 അതിൻ്റെ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ n 3 ഇടുക, z 2 ഇടുക. കഴിഞ്ഞു. Got it? Perfect. Next, energy of an electron. Simple ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റുകൂടം പോകുമ്പോൾ അതിന് 2 ടൈപ്പ് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. Kinetic energy because of its velocity. Potential energy because it is near an attracting object. For example, you are attracted to the Earth's gravitational field. That is why you have a potential energy. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. നിങ്ങൾ ഭൂമിയോട് അട്രാക്റ്റഡ് ആണ്. വെന്നെവർ എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ അട്രാക്ഷൻസ് ആൻഡ് റിപ്പൾഷൻസ് കാരണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഇസ് ഇൻ ദി ന്യൂക്ലിയർ ഫീൽഡ്. ന്യൂക്ലിയസിൻ്റെ ഫീൽഡിലാണ്. അവനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അവനൊരു കൈനറ്റിക് എനർജി ഉണ്ട്, കാര്യം അതിൻ്റെ വെലോസിറ്റി. സോ ബേസിക്കലി ഇലക്ട്രോൺ ഹാസ് എ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. സോ ടോട്ടൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ എന്താണ്? ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇസ് ദ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. E is equal to ke plus pe. So E is equal to half mv² plus k q1 q2 by r. Now നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് പരിചയമില്ല, 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് അറിയാം. 2 ചാർജ് ഉണ്ടെങ്കിൽ q1 q2 ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി k q1 q2 by r. ആക്ച്വൽ ചാർജസ് എടുക്കണം ഇവിടെ വിത്ത് സൈൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് ഈ q2 ആണെന്ന് വിചാരിക്കുക, ന്യൂക്ലിയസിൻ്റെ ചാർജ് q1 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു k ഇൻറ്റു q1. q1 എന്താണ്? z ഇൻറ്റു e. q2 എന്താണ്? മൈനസ് e ബൈ r. r is basically the radius. So മൈനസ് kz(e²/r) എന്ന് കിട്ടും പൊട്ടൻഷ്യൽ എനർജി. മൈനസ് kz(e²/r) എന്ന് കിട്ടും പൊട്ടൻഷ്യൽ എനർജി. ഞാൻ ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി അറിയാം mv²/r is equal to kz(e²/r². Coulombic force is equal to centrifugal force. അല്ലേ? ഇതിലെ r നെ ഞാൻ അങ്ങോട്ട് എടുത്തു. അപ്പോൾ നമുക്ക് mv² is equal to kz(e²/r) എന്നിടാം. ഞാനിവിടെ ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, LHSും RHSും. half mv² is equal to kz(e²/2r). So basically kinetic energy is kz(e²/2r). Potential energy is minus kz(e²/r). Simple. Kinetic energy is kz(e²/2r). Potential energy is minus kz(e²/r). അപ്പോൾ എല്ലാവരും നോക്കുക, E is equal to half mv² minus kz(e²/r). Potential energy ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്തു, മൈനസ് kz(e²/r). ഇനി കൈനറ്റിക് എനർജി ഈസ് kz(e²/2r). അതും ഞാൻ അവിടെ വെച്ച് റീപ്ലേസ് ചെയ്തു. ഈ ഹാഫ് mv² പകരം kz(e²/2r) അവിടെ കൊടുത്തു. kz(e²/2r) ഇവിടെ കൊടുത്തു. ഇത് പൊട്ടൻഷ്യൽ എനർജി മൈനസ് kz(e²/r). ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ kz(e²/2r)
minus k z e square by r is equal to minus k z e square by 2r. This is the total energy. This is the potential energy. This is the kinetic energy. ഇനി എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, പുട്ടിംഗ് ദ വാല്യൂസ് ഓഫ് ആർ ഫ്രം ഇക്വേഷൻ 3. നമുക്കറിയാം ആറിൻ്റെ ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. അതിവിടെ കൊണ്ടുവന്നിടുമ്പോൾ എനിക്ക് ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു മൈനസ് 2 പൈ സ്ക്വയർ എം കെ സ്ക്വയർ സെഡ് സ്ക്വയർ ഇ റേസ് ടു 4 ബൈ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ട്രൈ ടു കീപ് ദിസ് ഇൻ മൈൻഡ്. ഇനിയിപ്പോൾ ഇത് മനസ്സിൽ വെച്ചില്ലെങ്കിലും 2 കോൺസ്റ്റൻറ്റ്, പൈ കോൺസ്റ്റൻറ്റ്, എം കോൺസ്റ്റൻറ്റ്, കെ കോൺസ്റ്റൻറ്റ്, ഇ കോൺസ്റ്റൻറ്റ്, എച്ച് കോൺസ്റ്റൻറ്റ്, ഈ വാല്യൂസ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് എനർജി ഓഫ് ദി nth ഓർബിറ്റൽസ് മൈനസ് 2.18 ഇൻറ്റു 10 പവർ മൈനസ് 18 സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ജൂൾസ് പെർ ആറ്റം. അതായത് ഒരാറ്റത്തിൻ്റെ nth ഓർബിറ്റ്, ഒരു സിംഗിൾ ഇലക്ട്രോൺ സ്പീഷി ആറ്റത്തിൻ്റെ nth ഓർബിറ്റിൻ്റെ എനർജിയാണിത്. ഇനി ഇത് തന്നെ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ, ഇത് തന്നെ ഇലക്ട്രോൺ വോൾട്ടിൽ, മിക്ക ചോദ്യം ഇലക്ട്രോൺ വോൾട്ടിൽ വരും. മൈനസ് 13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് 13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടും ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? പെർഫെക്റ്റ്. ഇത് രണ്ട് വാല്യൂസ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഫോർ എക്സാമ്പിൾ അവർ ചോദിക്കുകയാണ് ബെറീലിയം 3+ൻ്റെ ഫിഫ്ത്ത് ഓർബിറ്റ്, ബെറീലിയം 3+ൻ്റെ ഫിഫ്ത്ത് ഓർബിറ്റിൻ്റെ എനർജി എന്താണ്, ടോട്ടൽ എനർജി എന്താണ്? ഇലക്ട്രോൺ വോട്ടിലാണെങ്കിൽ മൈനസ് 13.6 ഇൻറ്റു സെഡ് സ്ക്വയർ. സെഡ് എന്താണ് വരുന്നത്? ബെറീലിയം ആണ്. ബെറീലിയത്തിൻ്റെ സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ബൈ എൻ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 25. 5 സ്ക്വയർ ആണ് താഴ്ത്തു വരിക. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ എല്ലാവരും നോക്കുക. This formula is applicable for hydrogen atom and hydrogen-like species, that is single electron species. Since n can have only integral values, it follows that total energy of the electron is quantized. Total energy is quantized. അതെന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? only certain values പറ്റുള്ളൂ. n-നെ കൊണ്ട് 1 ഇടാം, 2 ഇടാം, 3 ഇടാം. പക്ഷെ n-ന് 1.5 ഒന്നും ഇടാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? only certain energy orbits are possible. n equal to 1 ഇടുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും, n equal to 2 ഇടുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും, n equal to 3 ഇടുമ്പോൾ അവിടെ ഒരു വാല്യൂ കിട്ടും. Got it? Fine. The negative sign indicates that electron is bonded towards nucleus. നിങ്ങൾക്കറിയാം നെഗറ്റീവ് അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ അർത്ഥം എന്താണ്? എനർജി വിൽ ബി നെഗറ്റീവ്. നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് എന്തായാലും അറിയാം. അട്രാക്റ്റീവ് ഫോഴ്സസ് മീൻസ് ദാറ്റ് ദ എനർജി വിൽ ബി നെഗറ്റീവ്. പൊട്ടൻഷ്യൽ എനർജി ഡെഫിനറ്റ്ലി വിൽ ബി നെഗറ്റീവ്. യെസ് ഓ നോ? അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ ആ സെക്കൻഡ് പോയിന്റ് ആദ്യം നോക്കാം കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി മൈനസ് കെ സെഡ് ഇ സ്ക്വയർ ബൈ ആർ, ഇറ്റ് ഇസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ്? അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് 1 ബൈ ആർ. അതായത് ആറ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. എന്തുകൊണ്ടാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ആറ് കൂടുന്തോറും മാഗ്നിറ്റ്യൂഡ് കുറയും, പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയും. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി ഹാസ് എ നെഗറ്റീവ് സൈൻ. പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് മറക്കരുത്. മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും, പക്ഷേ നെഗറ്റീവ് സൈൻ ഉണ്ട്. അതായത് പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്കിപ്പോൾ ഇങ്ങനൊരു ഓർബിറ്റ് ഉണ്ട്. ഫസ്റ്റ് ഓർബിറ്റിൻ്റെ -5 ആണ്, സെക്കൻഡ് ഓർബിറ്റിൻ്റെ -3 ആണെങ്കിൽ -3 is greater than -5. പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളത് -1 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ റീസൺ ആണ്. ഞാനിപ്പോൾ ഈ പേന മേളിലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് അവേ ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി എർത്ത്. ഒരു അട്രാക്റ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ ദൂരെ പോകുമ്പോൾ എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി കൂടും. സിമ്പിളായിട്ടുള്ള ലോജിക്. അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺ ഇഫ് ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ ന്യൂക്ലിയസ്, അട്രാക്റ്റിംഗ് ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്? ന്യൂക്ലിയസ് ആണ്. അവേ ഫ്രം ദ ന്യൂക്ലിയസ് പോവുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടാൻ പോവുകയാണ്. അതാണ് മാത്തമാറ്റിക്കലി നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. യെസ് ഓർ നോ? Kinetic energy is always positive. Kz e square by 2r. Kinetic energy is inversely proportional to radius. അതായത് റേഡിയസ് കൂടുന്തോറും, ഓർബിറ്റിൻ്റെ സൈസ് കൂടുന്തോറും കൈനറ്റിക് എനർജി കുറയും, പക്ഷെ പൊട്ടൻഷ്യൽ എനർജി കൂടും.
Okay, total energy. Total energy is minus k z e square by 2r. That is, energy is inversely proportional to minus 1 by r. ഇവിടെയും മൈനസ് സൈൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കരുത്. അപ്പോൾ ബേസിക്കലി ടോട്ടൽ എനർജി ഓൾസോ ഇൻക്രീസസ് വിത്ത് ആർ. അതായത് ഓർബിറ്റിൻ്റെ വലിപ്പം കൂടും തോറും ടോട്ടൽ എനർജി കൂടും. കാര്യം എന്താണ്? കാര്യം മാഗ്നിറ്റ്യൂഡ് കുറയുമെങ്കിലും നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് ടോട്ടൽ എനർജി കൂടും. സോ ഓൺ ഇൻക്രീസിങ് റേഡിയസ് ടോട്ടൽ എനർജി ഇൻക്രീസസ്. പിന്നെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, പൊട്ടൻഷ്യൽ എനർജി ഈസ് -2 ഇൻറ്റു കൈനറ്റിക് എനർജി. കാര്യം എന്താണ്? നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -kZe² ബൈ ആർ. Kinetic energy is equal to kZe² by 2r. So basically 2 times, -2 times of kinetic energy is potential energy. പിന്നെ kinetic energy is equal to minus of total energy. നോക്കുക, kinetic എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ നെഗറ്റീവ് സൈൻ ഉണ്ട്. യെസ് ഓ നോ? പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 times total energy. Potential energy is equal to 2 times total energy. എല്ലാവരും നോക്കുക, obviously 2 times you multiply this by 2, you will get potential energy. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നുണ്ടാവും, സാർ അത് തെറ്റല്ലേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണെന്നല്ലേ ടോട്ടൽ എനർജിയിലും? അല്ല, നിങ്ങൾ നോക്കുക, പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് ഓ നോ? പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവാണ്. സോ ഫോർ എക്സാമ്പിൾ, പൊട്ടൻഷ്യൽ എനർജി -10 ആണെങ്കിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും? -5 ആണ്. -5 ആണോ വലുത്, -10 ആണോ വലുത്? -5 അല്ലേ വലുത്? ആ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ ധാരണ വിടണം. നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ്, ടോട്ടൽ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതുകൊണ്ട് ഈ ഇക്വേഷൻ വാലിഡ് ആണ്. പൊട്ടൻഷ്യൽ എനർജി -10 ആണെങ്കിൽ ടോട്ടൽ എനർജി -5 ആണ്. -5 ഇസ് ഗ്രേറ്റർ ദാൻ -10. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഈ റിലേഷൻഷിപ്സ് നിങ്ങൾ മനസ്സിൽ വെക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവർ തന്നു കൈനറ്റിക് എനർജി 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ എനർജി എന്തായിരിക്കും? -5 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? -10 ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. സോ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 എനർജി ലെവൽസ്, രണ്ട് ഓർബിറ്റിൻ്റെ എനർജി ഡിഫറൻസ്. എല്ലാവരും നോക്കുക, En2 - En1. En2 - En1 നിങ്ങൾക്കറിയാം, ഇറ്റ്സ് നത്തിങ് ബട്ട്, എല്ലാവരും നോക്കുക, -13.6 Z² by n² ആണ് ഫോർമുല. ഓക്കെ, അപ്പോൾ രണ്ട് ഓർബിറ്റ് എടുക്കുകയാണ്, N2 ഓർബിറ്റും N1 ഓർബിറ്റും, അതായത് ഒരു ഹയർ ഓർബിറ്റും ലോവർ ഓർബിറ്റും. അപ്പോൾ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -13.6 Z² by n². Okay, minus 13.6 Z² by n1². ഇതിൽ -13.6 Z² പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും -13.6 into Z² into 1 by n2² minus 1 by n1². ഇതിനെ തന്നെ മൈനസ് ഇല്ലാതെയും എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6 Z² into 1 by n1² minus 1 by n2². മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ. ഗോട്ട് ഇറ്റ്? ഇത് ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഗോട്ട് ഇറ്റ്? ഇത് തന്നെ നമുക്ക് ഇതിലും എഴുതാം. അതായത് ജൂൾസിൽ എഴുതണമെങ്കിൽ എന്തായിരിക്കും വാല്യൂ? എല്ലാവരും നോക്കുക, ജൂൾസിൽ എഴുതണമെങ്കിൽ എന്ത് വാല്യൂ ആണ് അവിടെ വന്നത്? 2.18 into 10 power minus 18 ആണ്. അപ്പോൾ ഇവിടെ 13.6 പകരം it can be written as -2.18 into 10 power minus 18 Z² into 1 by n2² minus 1 by n1². അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് അകത്തോട്ട് എടുക്കാം. 2.18 into 10 power minus 18 Z² into 1 by n1² minus 1 by n2². Got it? Perfect. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഫോർമുല വേണമെങ്കിലും വെക്കാം. അതായത് ഇതും ഏതെങ്കിലും രണ്ട് ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഓക്കെ, എല്ലാ 4 ഡിറൈവ് ഫ്രം ദ സെയിം തിങ്. ഇതും ഓർത്തിരുന്നോളൂ വേണമെങ്കിൽ. ഓക്കെ, മൈനസ് പുറത്താണ് വരണമെങ്കിൽ n2² minus n1² ആയിരിക്കും വരുന്നത്. ഓക്കെ, മൈനസ് അകത്താണെങ്കിൽ
n1 square minus n2 square ആയിരിക്കും വരുന്നത്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ഇറ്റ്. ഫൈൻ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ ഫോർമുലാസ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇവിടെ ഈ ഫോർമുല ദിസ് വിൽ ബി ഇൻ ജൂൾസ്. ഓക്കെ, ഇത് ബേസിക്കലി ജൂൾസ് ആയിരിക്കും. ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം, ദിസ് വിൽ ബി ജൂൾസ് പെർ ആറ്റം. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അതായത് സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, അവരൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഫിഫ്ത്ത് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ രണ്ടാമത്തെ ഓർബിറ്റിലേക്ക് ചാടി. ഓക്കെ, ഏതിൻ്റെ? ലിത്യം 2+ൻ്റെ. അപ്പോൾ ലിത്യം 2+ എന്ന് പറയുമ്പോൾ Z is equal to 3. ആദ്യം തന്നെ അതറിയാം. N2 എത്രയാണ്? 5. N1 എത്രയാണ്? 1. N1 എത്രയാണ്? 2. ഫോർമുലയിലേക്ക് ഇടുക. They'll ask you what is the energy of the photon emitted out. മേളിൽ നിന്ന് താഴത്തോട്ട് ചാടുമ്പോൾ നിങ്ങൾക്കറിയാം ഫോട്ടോൺ വിൽ ബി എമിറ്റഡ് ഔട്ട്. അപ്പോൾ എനർജി ഓഫ് ദ ഫോട്ടോൺ എമിറ്റഡ് ഔട്ട് വിൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോർമുല. നേരെ മറിച്ച് 2 to 5 ചാടുകയാണെങ്കിൽ സെയിം ഫോർമുല, N2 = 5, N1 = 2. only thing is that നിങ്ങൾ പറയുമ്പോൾ യു ഷുഡ് സേ ദാറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഫോർമുല സെയിം ആണ്. താഴത്തോട്ട് മേളിൽ നിന്ന് ചാടുമ്പോഴും മേളിൽ നിന്ന് താഴത്തോട്ട് ചാടുമ്പോഴും താഴത്തുനിന്ന് മേളിലേക്ക് ചാടുമ്പോഴും ഫോർമുല സെയിം ആണ്. N2 എപ്പോഴും ഹയർ ആയിരിക്കും, N1 എപ്പോഴും ലോവർ ആയിരിക്കും. N2 എപ്പോഴും ഹയർ ആയിരിക്കും, N1 എപ്പോഴും ലോവർ ആയിരിക്കും. പക്ഷെ പറയുമ്പോൾ വ്യത്യാസം വേണം. താഴത്തുനിന്ന് മേളിലേക്ക് ചാടുമ്പോൾ വി സേ ദാറ്റ് എനർജി ഈസ് എമിറ്റഡ്. മേളിൽ നിന്ന് താഴത്തോട്ട് ചാടുമ്പോൾ വി സേ ദാറ്റ് എനർജി ഈസ് എമിറ്റഡ്. താഴത്തുനിന്ന് മേളിലേക്ക് ചാടുമ്പോൾ വി സേ ദാറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഓക്കെ, അത് മാത്രം മനസ്സിൽ വയ്ക്കുക. ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ ബേസിക്കലി ഞാനിങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ചാർട്ടാണ്. ഫസ്റ്റ് ഷെല്ലിൻ്റെ ടോട്ടൽ എനർജി വരുന്നത് -13.6 ആണ്. എങ്ങനെയാണ് Z²? നിങ്ങൾക്കറിയാം ഫോർമുല വരുന്നത് എന്താണ്? ഫോർമുല ഇസ് ബേസിക്കലി -13.6 Z²/n². ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ Z എപ്പോഴും 1 ആയിരിക്കും. N എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. N = 1 ആണെങ്കിൽ will be -13.6. N = 2 ആണെങ്കിൽ -3.4. N = 3 ആണെങ്കിൽ -1.51. N = 4 ആണെങ്കിൽ -0.85. N = 5 ആണെങ്കിൽ -0.54. നോക്കുക, എനർജി കൂടിയാണ് വരുന്നത്. മാഗ്നിറ്റ്യൂഡ് കുറയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എനർജി കൂടിയാണ് വരുന്നത്. എനർജി ഡിഫറൻസ് നോക്കുക. സെക്കൻഡ് ഓർബിറ്റും ഫസ്റ്റ് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് 10.2. തേർഡും സെക്കൻഡും 1.89. ഫോർത്തും തേർഡും 0.66. ഫിഫ്ത്തും ഫോർത്തും 0.31. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേളിലേക്ക് പോകുന്തോറും എനർജി ഡിഫറൻസ് കമ്മിയായി വരും. അതായത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാവരും നോക്കുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ഓർബിറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റും സെക്കൻഡ് ഓർബിറ്റും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. സെക്കൻഡ് ഓർബിറ്റും തേർഡ് ഓർബിറ്റും തമ്മിൽ അധികം ഗ്യാപ്പ് ഉണ്ടാവില്ല. തേർഡ് ഓർബിറ്റും ഫോർത്ത് ഓർബിറ്റും തമ്മിൽ വീണ്ടും അധികം ഗ്യാപ്പ് ഉണ്ടാവില്ല. കാര്യം എനർജി ഡിഫറൻസ് കുറഞ്ഞു വരികയാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ഓർബിറ്റ് നല്ല കൂടുതലാണ്. തേർഡും സെക്കൻഡും കുറവാണ്. സോ ബേസിക്കലി ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. സെക്കൻഡും തേർഡും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ആയിരിക്കും. തേർഡും ഫോർത്തും തമ്മിൽ വീണ്ടും ചെറുത്. ഫോർത്തും ഫിഫ്ത്തും തമ്മിൽ വീണ്ടും ചെറുത്. ഗോട്ട് ഇറ്റ്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. E2 - E1 > E3 - E2 > E4 - E3 > E5 - E4. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ്. ഫോർത്തും ഫിഫ്ത്തും. ഗോട്ട് ഇറ്റ്? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. According to the Bohr theory, which of the following transitions in the hydrogen atom will give rise to the least energetic photon? ലീസ്റ്റ് എനർജറ്റിക് ഫോട്ടോൺ തരുന്ന ഏത് ട്രാൻസിഷൻ ആയിരിക്കും? മൈ ഡിയർ സ്റ്റുഡൻസ്? തിങ്ക് അബൌട്ട് ഇത്. ലോജിക്കലി തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. കുറച്ച് പേരെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ടാവും. സാറേ എനർജി ഓഫ് ഫോട്ടോൺ ΔE നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 13.6 Z² into 1/n1² minus 1/n2². ഓക്കെ, ഇതാണ് എനർജി ഓഫ് എ ഫോട്ടോൺ. അപ്പോൾ ബേസിക്കലി N1 വാല്യൂ N2 വാല്യൂ ഇടുക എല്ലാത്തിലും. ഫസ്റ്റിൽ N2 വാല്യൂ 5 ആയിരിക്കും, N1 വാല്യൂ 3 ആയിരിക്കും. സെക്കൻഡിൽ N2 വാല്യൂ
N2 വാല്യൂ 6 ആയിരിക്കും, N1 വാല്യൂ 1 ആയിരിക്കും. തേർഡിൽ N2 വാല്യൂ 5 ആയിരിക്കും, N1 വാല്യൂ 5 ആയിരിക്കും. പക്ഷേ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 5 to 3 ട്രാൻസിഷൻ. നോക്കുക, എല്ലാവരും നോക്കുക. 5 to 3 transition will be smaller than will be bigger than 5 to 4 transition. അല്ലേ? 5 to 3 എന്ന് പറയുമ്പോൾ എനർജി ഗ്യാപ്പ് കൂടുതലാണ്. അവിടെ നിന്ന് വരുന്ന ഫോട്ടോണിൻ്റെ എനർജി വിൽ ബി ബെറ്റർ ദാൻ ഓർ വിൽ ബി ഗ്രേറ്റർ ദാൻ 5 to 4. അപ്പോൾ നമുക്ക് വേണ്ടത് ലീസ്റ്റ് എനർജറ്റിക് ഫോട്ടോണാണ്. ലീസ്റ്റ് എനർജറ്റിക് ഫോട്ടോണാണ് നമുക്ക് വേണ്ടത്. ലീസ്റ്റ് എനർജറ്റിക് ഫോട്ടോണാണ് നമുക്ക് വേണ്ടത്. സോ ബേസിക്കലി 5 to 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 to 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാര്യം 5 to 3 ഈസ് ഗ്രേറ്റർ ദാൻ 5 to 4. ഓക്കെ, ഇനിയുള്ളത് 6 to 1ഉം 6 to 5ഉം. 6 to 1ഉം 6 to 5ഉം ഓബ്വിയസ്ലി എല്ലാവരും നോക്കുക, 6 to 1 ഏറ്റവും കൂടുതലായിരിക്കും. മേളിൽ നിന്ന് ഏറ്റവും താഴത്തേക്ക് ചാടുകയാണ്. ഏറ്റവും കൂടുതലായിരിക്കും എനർജി ഓഫ് ദ ഫോട്ടോൺ. 6 to 1ഓ കുറവായിരിക്കും. സോ ബേസിക്കലി 6 to 5ഓ കുറവായിരിക്കും. സോ ബേസിക്കലി 6 to 1 നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. 6 to 1ഉം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി 5 to 4 ആണോ 6 to 5 ആണോ? 5 to 4 ആണോ 6 to 5 ആണോ? നിങ്ങൾക്കറിയാം മേളിലേക്ക് പോകും തോറും, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു മേളിലേക്ക് പോകും തോറും ഡിഫറൻസ് കുറഞ്ഞു വരും. മേളിലേക്ക് പോകും തോറും ഡിഫറൻസ് കുറഞ്ഞു വരും. സോ 5 to 4 ഇൻ്റെ ഗ്യാപ്പ് will be more than 6 to 5ൻ്റെ ഗ്യാപ്പ്. 5 to 4ൻ്റെ ഗ്യാപ്പ് will be more than 6 to 5ൻ്റെ ഗ്യാപ്പ്. അപ്പോൾ 6 to 5 ആയിരിക്കും ഏറ്റവും ലീസ്റ്റ്. 5 to 4ൻ്റെ ഗ്യാപ്പ് will be lesser than 6 to 5, will be more than 6 to 5ൻ്റെ ഗ്യാപ്പ്. സോ 6 to 5 ആയിരിക്കും ഏറ്റവും ക്ലോസസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫോട്ടോൺ വരാൻ പോകുന്നത് 6 to 5ലായിരിക്കും. ദാറ്റ് ഇസ് ദി ആൻസർ. ലോജിക്കലി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ഫോമിൽ ഇടേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, സോ കൺക്ലൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Energy of the photon is directly proportional to 1 by n1 square minus 1 by n2 square, where n2 is greater than n1. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ലോജിക്കലി ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. അല്ലാത്ത ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഈ ലോജിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഈ ഫോമിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്, the ratio between kinetic energy and total energy of the electron of hydrogen atom according to Bohr's model is. Kinetic energy and ടോട്ടൽ എനർജി ഞാൻ ഓൾറെഡി പറഞ്ഞു, കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ സൈൻ വേറെ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ സൈൻ വേറെ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സൈൻ വേറെ ആണെങ്കിൽ റേഷ്യോ വിൽ ബി 1:-1. യെസ് ആണോ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ സൈൻ വേറെയാണ്. യെസ് ആണോ? രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് വരുന്നത് kz(e²/2r) ആണ്. പക്ഷേ ടോട്ടൽ എനർജി ഈസ് -kz(e²/2r). കൈനറ്റിക് എനർജി ഈസ് kz(e²/2r). ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം മക്കളെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഹൈഡ്രജൻ സ്പെക്ട്രമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബോർസ് മോഡൽ. ബോർസ് മോഡലായിട്ട് റിലേറ്റഡ് ആണ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമായിരിക്കില്ല, ഹൈഡ്രജൻ സ്പെക്ട്രം അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, ഓക്കെ, പിന്നെ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് കിടക്കും. ഓക്കെ, യെസ് ഓ നോ? സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഓൾറെഡി കഴിഞ്ഞത്. പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രോബ്ലംസ് വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിയറി മൊത്തം കാണുക. എന്നിട്ട് നിങ്ങളുടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, അതിപ്പോൾ നെറ്റിൽ നിന്നായാലും ഓൾറെഡി എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസ് ആയാലും അവിടെ നിന്ന് ഇപ്പോൾ വേദാന്തുവിൻ്റെ തന്നെയാണെങ്കിൽ തത്വ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതാണെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് ഉണ്ട്, റെഫറൻസ് ബുക്ക് ഉണ്ട്, അവിടെ നിന്ന് ഈ ടോപ്പിക്സിന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഹൗ. അതായത് തിയറി പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് വരും ആ ടോപ്പിക്കിൽ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡു ദാറ്റ്. ഓക്കെ, ക്ലിയർ? എന്നാലല്ലേ നിങ്ങൾ മൊത്തത്തിൽ ജയിക്കുള്ളൂ ആ ടോപ്പിക്കിൽ. ഇഫ് യു വോണ്ട് ടു കിൽ എ ടോപ്പിക്, ഒരു ടോപ്പിക്കിനെ പകുതി കൊല്ലാം തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, മൊത്തം കൊല്ലാണെങ്കിൽ പ്രോബ്ലംസ് വേണം. ഓക്കെ, ഫൈൻ, ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ലെക്ചർ ഇവിടെ കഴിഞ്ഞു. അടുത്ത ടോപ്പിക്ക് വരുന്നത് ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ സ്പെക്ട്രമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ടിൽ ദെൻ ലവ് യു ഗൈസ് അലോട്ട്. മറക്കല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.